കൈ കൊണ്ടുവന്നവരൊക്കെ നല്ല ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഹല്ലേലൂയ. ഞാൻ ജനിച്ചത് എവിടെയാണെങ്കിലും വളർന്നതും പഠിച്ചതും എല്ലാം ചെന്നൈക്കാരനും കൊണ്ട് എനിക്ക് അത്ര മലയാളം വശമില്ല. അതുകൊണ്ട് ഞാൻ തമിഴിൽ തന്നെ സംസാരിക്കാം. ഹല്ലേലൂയ. എന്നാ തന്നെ മലയാളത്തെ കൊല ചെയ്യുന്നത്. ഹല്ലേലൂയ. കർത്താവ് നല്ലവർ. ആമേൻ. ഹല്ലേലൂയ. கர்த்தர் நல்லவர். ஆமென். ஆமென். தெய்வம் நல்லவன். ஹல்லேலூயா. இந்த நல்ல வாய்ப்பை ஏற்படுத்தி தந்த என் தேவனுக்கு நான் நன்றி செலுத்துகிறேன். ഈ നല്ല ഒരു സാഹചര്യം എനിക്ക് ഒരുക്കി തന്ന എൻ്റെ ദൈവത്തെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. இங்கே நான் வரவில்லை, தேவன் என்னை கொண்டு வந்தார் என்று நான் விசுவாசிக்கிறேன். ആമേൻ. ഇന്ന് ഞാൻ ഇവിടെ വന്നതല്ല, എൻ്റെ ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. எனக்கு இங்க உள்ள பாஸ்டர்மாரை எல்லாம் நல்லா தெரியாது. എനിക്ക് ഇവിടെയുള്ള ദേവദാസന്മാരെ എല്ലാവരെയും അത്ര കൊണ്ട് പരിചയമില്ല. ஆனால் அவர்களுடைய பாதங்களை தொட்டு நான் வணங்குகிறேன். എന്നാൽ അവരുടെ പാദങ്ങൾ തൊട്ട് ഞാൻ ഇന്ന് നമസ്കരിക്കുകയാണ്. ஏன் அப்படி சொல்றேன் அப்படின்னு சொன்னா, சுவிசேஷம் அறிவிக்கிறவருடைய பாதங்கள் எவ்வளவு அழகானவைகள். എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നു, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. அப்ப മനോഹരമായ കാലിൽ മുത്തം പോடுறது തപ്പേ கிடையாது. അതുകൊണ്ട് തന്നെ മനോഹരമായ ഒരു കാലിൽ ഒരു ഉമ്മ കൊടുക്കുന്നത് അതൊരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാസ്റ്റർ കാണിക്കയുടെ കാര്യത്തെ പറ്റി பேசினார். പാസ്റ്റർ സ്തോത്ര കാഴ്ചയുടെ കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ நான் இப்படி ஒரு சிந்தை என்னுடைய ஹிருதயத்தில் ஓடி வந்தது. അത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത ഇങ്ങനെ ഓടി വന്നു. நான் இப்படி பஸ் ஏறி இங்கே வந்து கொண்டு இருக்கும்போது, ഞാൻ ബസ്സിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയം ஒரு കഥ, ഇത് വെറും കഥയാണ്. அப்போ ஒரு இப்போ 1000 ரூபா இல்லைல்ல, 2000 ரூபா தானே இருக்குது. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1000 രൂപയില്ലല്ലോ, 2000 രൂപയാണല്ലോ ഉള്ളത്. 2000 ரூபா என்ன பார்த்து சொல்லிச்சு, நான் தான் பெரியவன், நான் தான் பெரியவன். 2000 എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാനാണ് ഏറ്റവും വലിയവനെന്ന് 2000 രൂപ പറഞ്ഞു. அதுக்கப்புறம் நான் கொஞ்ச நேரம் கழிஞ்சு வந்தபோது ஒரு 500 ரூபா எழும்பி, நான் தான் பெரியவன், நான் தான் பெரியவன் சொல்லிச்சு. കുറെ ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഒരു 500 രൂപ കണ്ടു. ആ 500 രൂപ പറയുകയാണ്, ഞാനാണ് ഏറ്റവും വലിയവനെന്ന് പറയുക. நான் கொஞ்ச நேரத்துக்கு அப்புறம் திருப்பி வந்ததுக்கு அப்புறம் பார்த்தா ஒரு 100 ரூபா எழும்பி, நான் தான் பெரியவன், நான் தான் பெரியவன் சொல்லிச்சு. കുറെ ഞാൻ മുൻപോട്ട് വന്ന അവസരത്തിൽ ഞാൻ കാണുന്നത് ഒരു 100 രൂപ എഴുന്നിട്ട് വന്നിട്ട് പറയുകയാണ്, ഞാനാണ് വലിയവനെന്ന് പറയുകയാണ്. லாஸ்ட் எல்லாம் முடிஞ்சதுக்கு அப்புறம் ஒரு 10 ரூபா சொல்லிச்சு, நான் தான் பெரியவன். അതെല്ലാം കഴിഞ്ഞതിന് ശേഷം 10 രൂപയുടെ ഊഴമായി. അപ്പോൾ 10 രൂപ പറയുകയാണ്, ഞാനാണ് വലിയവൻ. ஆனாலும் 100 ரூபா சொல்லுது, 1000 ரூபா சொல்லுது, 2000 ரூபா சொல்லுது, நான் தான் பெரியவன். എന്നാലും 100 രൂപയും 500 രൂപയും 1000 രൂപയും 2000 രൂപ എല്ലാം പറയുകയാണ്, ഞാനാണ് വലിയവനെന്ന്. ஆனா இந்த 10 ரூபா திரும்பவும் சொல்லுது, நான் தான் பெரியவன். എന്നിട്ടും ഈ 10 രൂപ പറയുകയാണ്, ഞാനാണ് വലിയവൻ. அப்ப அந்த 10 ரூபா எல்லாரையும் பார்த்து சொல்லிச்சான். അപ്പോൾ ഈ 10 രൂപ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറയുകയാണ്, இன்னைக்கு வெள்ளிக்கிழமை, ഇന്ന് വെള്ളിയാഴ്ച, ഇനി 2 നാൾ വെയിറ്റ് பண்ணு. ഇനി 2 ദിവസം കൂടെ കാത്തിരുന്നാ മതി. வெள்ளி சனி, വെള്ളി ശനി, ஞாயிற்றுக்கிழமை நீங்க எல்லாரும் சர்ச்சுக்கு வாங்கன்னு சொல்லிச்சான். ഞായറാഴ്ച നിങ്ങൾ എല്ലാവരും പള്ളിക്ക് വരുവിൻ എന്ന് പറഞ്ഞു. பாஸ்டர் அங்க இருந்து ஒரே பிரசங்கம், പാസ്റ്റർ അവിടെ നിന്ന് ഒരേപോലെ പ്രസംഗിക്കുകയാണ്, ஒரே ஆராதனை, ഭയങ്കര ആരാധന നടക്കുകയാണ്. அதுக்கப்புறம் எல்லாம் முடிஞ்சதுக்கு அப்புறம் എല്ലാം തീർന്നതിന് ശേഷം 10 രൂപ சொல்லுது, நான் தான் பெரியவன். 10 രൂപ പറയുകയാണ്, ഞാനാണ് വലിയവൻ. அப்போ இந்த 500 ரூபாய்க்கு 1000 ரூபா 2000 ரூபாய்க்கெல்லாம் கோபம் வருது. അപ്പോൾ ഈ 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും എല്ലാം വലിയ ദേഷ്യം വന്നു. கோபம் வந்த உடனே ഞങ്ങൾ இன்னைக்கு ஞாயிற்றுக்கிழமை, அதனால நாங்க நிறைய பேருடைய கையில போக வேண்டியது இருக்கு, ஏன் எங்களை சர்ச்சுக்கு கூட்டிட்டு வந்தேன்னு. അപ്പോൾ ഈ 2000 രൂപ പറയുകയാണ്, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, ഇത് ഞങ്ങൾക്ക് അനേകരുടെ കൈകളിൽ പോകാനുള്ളവരാണ് ഞങ്ങൾ, എന്തുകൊണ്ടാണ് ഞങ്ങളെ ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. அப்போ திரும்பவும் சொல்லுது, நான் பெரியவன், நீங்க ஒத்துக்கிறீங்களான்னு 10 രൂപ കേக்குது. അപ്പോൾ ഈ 10 രൂപ ചോദിക്കുകയാണ്, ഇപ്പോഴും നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഞാൻ തന്നെയാണ് വലിയവൻ? இல்ல இல்லன்னு சொல்லி மத்த எல்லா நோட்டும் சொல்லுது. അപ്പോൾ മറ്റുള്ള ആ നോട്ടുകളൊന്നും അവർ സമ്മതിക്കുന്നില്ല, ഇല്ല ഇല്ല എന്ന് തന്നെ അവർ പറയുക. எல்லாம் வெயிட் முடிஞ்சதுக்கு அப்புறம் இப்ப நீ பெரியவனா நான் பெரியவனான்னு பாப்போம்னு சொல்லி எல்லாரையும் காணிக்கப்பட்டிக்கிட்ட கொண்டு வந்துச்சான். അപ്പോൾ അവരെല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഈ സ്തോത്ര കാഴ്ച പാത്രത്തിന്റെ അടുക്കിലേക്ക് വാ, ആരാണ് വലിയവനെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ஸ்தோத்திர காഴ്ച பெட்டியை திறந்து பார்த்தபோது எல்லாம் 10 ரூபா நோட்டு. இப்ப ஆறு பெரியவன்? സ്തോത്ര കാഴ്ച പാത്രം തുറന്നു നോക്കിയപ്പോൾ എല്ലാം 10 രൂപ നോട്ടാണ്. അപ്പോൾ 10 രൂപ പറയുകയാണ്, ഇപ്പോൾ ആരാണ് വലിയവൻ? அப்ப நான் நினைக்கிறேன் இதுல எதுவும் 10 ரூபா விழுந்திருக்காதுன்னு. ഇതിനകത്ത് 10 രൂപ ഒന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് நல்லவர். ആമേൻ. ദൈവം നല്ലവൻ. நிறைய நேரத்துல மனுஷனுடைய அன்பு என்னை ஏமாற்றியது. ആമേൻ. മനുഷ്യരുടെ സ്നേഹം എന്നെ വഞ്ചിക്കുന്നു. நான் ஏமாற்றின நேரத்தில் எல்லாம் என்னை பாதுகாத்தது தேவ அன்பு. മനുഷ്യൻ എന്നെ വഞ്ചിച്ച അവസരങ്ങളിലെല്ലാം എന്നെ പരിപാലിച്ചത് ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. எனக்கு இந்த நல்ல வாய்ப்பை தந்த அருமையான ஊழியர்களுக்கு நான் நன்றி செலுத்துகிறேன். എനിക്ക് ഈ നല്ല അവസരം ഒരുക്കിയതായ ദൈവദാസന്മാർക്ക് ഞാൻ നന്ദി പറയുന്നു. பாஸ்டர் ஸ்டீவன் அவர்களையும் கர்த்தருக்குள்ள வாழ்த்துகிறேன்.
ബഹുമാനപ്പെട്ട പാസ്റ്റർ സ്റ്റീഫൻ അവர்களுണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ஹல்லேலூயா. ഹല്ലേലൂയ. கர்த்தர் நல்லவர். இன்னைக்கு யார்கிட்ட எல்லாம் கர்த்தர் பேசுவார்னு விசுவாசிக்கிறீங்க? ഇന്ന് ആരോടൊക്കെ ദൈവം സംസാരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ஹல்லேலூயா. ഹല്ലേലൂയ. சத்தியம் எங்க இருக்குதோ அங்க சத்துரு இருக்கிறான். സത്യം എവിടെയുണ്ടോ അവിടെ ശത്രുവിന്റെ വ്യാപാരമുണ്ട്. சத்தியத்தை சொன்னதுனால் நான் சத்துருவானேனோ? സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ശത്രുവായോ? ஆனாலும் பரவாயில்ல எனக்கு. അങ്ങനെയാണെങ്കിലും എനിക്കത് വിഷയം ഇല്ല. ஹல்லேலூயா. ഹല്ലേലൂയ. நான் கொஞ்ச நேர தியானத்திற்காக உங்களிடத்துல ஒரு சில வார்த்தைகளை பேச ஆசைப்படுகிறேன். അല്പനിമിഷ ധ്യാനത്തിന് വേണ്ടി ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. மார்க்கு எழுதின சுவிசேஷம், മർക്കോസ് എഴുതിയ സുവിശേഷം 9வது அதிகாரம் 9ാമത്തെ അധ്യായം 43 43 മുതൽ 47 വரைയിലും 47 വരെയും யாருக்காவது அவருக்கு சத்தத்தை உயர்த்தி வாசிக்கலாம். ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ ம், അതിനെ വെട്ടിക്കളക. ம், ഊനനായി ജീവനിൽ കിടക്കുന്നത് ம், രണ്ട് കൈയുമുള്ളവനായി കിടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ ம், നിനക്ക് നല്ലത്. ம், നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ ம், നീ അതിനെ വെട്ടിക്കളക. ம். മുടന്തനായി ജീവനിൽ കിടക്കുന്നത് രണ്ട് കാലുള്ളവനായി കിടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. ம், നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ ம். അതിനെ ചൂഴ്ന്നു കളക. ஆ, ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കിടക്കുന്നത് രണ്ട് കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. ஓகே, நம்ம எல்லாரும் கண்களை மூடி ஒரு நிமிஷம் ஜெபம் பண்ணுவோம். எல்லாரும் கண்ணை மூடுங்க. എല്ലാവരും കണ്ണുകളടച്ച് நம்ம നമുക്ക് இந்த ഒരു നിമിഷം நேரத்துல ஆண்டவருடைய சத்தம் மாத்திரம் நமக்கு கேட்கட்டும். ദൈവത്തിന്റെ ശബ്ദം മാത്രം ഇന്ന് நம்ம இந்த രാത്രിയിൽ மனுஷனை നമ്മുടെ பார்க்க മധ്യത്തിൽ வரல. വരട്ടെ. ഇന്ന് നമ്മൾ മനുഷ്യനെ കാണുന്നതിന് വേണ്ടി അല്ല ஓ, വന്നിരിക്കുന്നത്. தேவனுடைய சத்தத்தை கேட்க இங்க வந்திருக்கிறோம். ഓ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായി വന്നിരിക്കുന്നു. பரிசுத்த ஆவியானவர், ആമേൻ. பரிசுத்த ஆவியானவர் இந்த நேரத்துல பலமாய் நம்மோடு இடைபடுவாராக. പരിശുദ്ധ ആത്മാവ് നമ്മുടെ മധ്യത്തിൽ ശക്തിയോടെ ഇന്ന് ഇടപെടട്ടെ. இன்னைக்கு ஒவ்வொருவருடைய உள்ளங்களிலும் ஆண்டவர் இடைபடுவாராக. ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെടും. நம்ம எல்லாரும் கரங்களை உயர்த்தி, എല്ലാവരും ഇന്ന് കരങ്ങളെ ഉയർത്താം. நம்ம எல்லாரும் കരങ്ങളെ ഉയർത്തി എല്ലാ കൈകളും இந்த ഉയരട്ടെ. நேரத்துல ஆண்டவரை நோக்கி பார்ப்போமாக. ദൈവമുഖത്തേക്ക് നമുക്ക് ஓ, നോക്കാം. இந்த இடத்துல தேவ பிரசன்னம் அளவில்லாமல் வியாபரிக்கிறது. ധാരാളമായ ദൈവ ஓ, സാന്നിധ്യം ഇറങ്ങി என்னுடைய നിൽക്കുകയാണ്. ஆத்மீக கண்ணுകൊണ്ട് நான் അത് காண்கிறேன். ഞാൻ എന്റെ ആത്മീക കണ്ണുകൊണ്ട് ஓ, இந்த കാണുകയാണ്. இடத்துல தேவ தூதர்களுடைய சக்தி, ഇവിടെ ஓ, ദൈവദൂതന്മാരുടെ ശക്തിയും ரீதாலா பகந்தரபா சிலருடைய ജീവിതങ്ങളിലെ ആമേൻ ആമേൻ ചിലരുടെ ജീവിതങ്ങളിൽ பரிசுத்த ஆத்மாவிന്റെ சக்தி, ദൈവാത്മാവിന്റെ ஓ, ശക്തി இந்த நேரத்துல வியாபரிக்க போகிறது. ഇന്ന് രാത്രിയിൽ ഇവിടെ വ്യാപരിക്കുവാൻ ஓ, പോവുകയാണ്. சாக வேண்டும் என்ற எண்ணங்களை கொண்டு வருகிற பிசாசினுடைய தந்திரங்கள், എനിക്ക് മരിച്ചാൽ മതി ஓ, മരിച്ചാൽ മതി എന്ന് ரீதாலா ചിന്തിക്കുന്ന பகந்தரபா പിശാചിന്റെ சேமா. തന്ത്രങ്ങളെല്ലാം ஓ, தேவன் இன்னைக்கு உடைத்தெறிய போகிறார். ഇന്ന് രാത്രിയിൽ ദൈവം ஓ, തകർക്കുവാൻ പോകുന്നു. நான் ஏன் உயிரோடு கூட இருக்கிறேன் ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ஓ என்று கேள்விக்குறியோடு இங்க வந்த சகோதரியே, ആ ഒരു ചോദ്യത്തോടു കൂടി ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പ്രിയ സഹോദരിയെ, கர்த்தர் உன்னை பார்த்து சொல்லுகிறார், നിന്നെ നോക്കി ദൈവാത്മാവ് ஓ, நீ പറയുകയാണ്, போக வேண்டியது வெகு தூரம். നീ അതിദൂരം ஓ, പോകുവാനായിട്ടുണ്ട്. சூரச்செடி கூட கடக்கிறதுக்காக அல்ல. സൂരച്ചെടിയുടെ തണലിൽ ஓ, കിടക്കുന്നതിന് വേണ്ടിയല്ല. ரீதாலாபா, தேவ சாநித்தியம் இந்த இடத்துல நிரம்பி வந்து கொண்டிருக்கிறது. ഓ, ദൈവ സാന്നിധ്യം ഇവിടെ വന്ന് നിറയുകയാണ്. சேமாலாபா, சே. தேவ சக்தி இந்த இடத்துல வியாபரிக்கிறது. ശക്തി ஓ, വ്യാപരിക്കുകയാണ്. உன்னுடைய சரீரத்தின் மேல இருக்கிறதான எல்லா போர்களையும் தேவன் இன்னைக்கு உடைத்தெறிகிறார். നിങ്ങളുടെ ചരിത്രമുള്ളതായ ஓ, എല്ലാ பிரௌடபா, சேமா, ശക്തികളെയും கந்தரே. ആമേൻ ആമേൻ ആമേൻ. ஆவியானவரே, நீர் எங்களோடு கூட இடைபடுவீராக. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് ഇന്ന് ഇടപെടണമേ. தடைகளை மாற்றும். എല്ലാ തടസ്സങ്ങളെ മാറ്റിയാട്ടെ. இயேசுவின் நாமத்தில் ஜெபிக்கிறோம் நல்ல பிதாவே. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. அல்லேலூயா, ഹല്ലേലൂയ அல்லேலூயா. ആമേൻ. ஆவியானவர் மாத்திரம் இங்கே பேசுவாராக. ഇന്ന് രാത്രിയിൽ ഇവിടെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കേണ്ടത്. நான் கிடையாது, ഞാനല്ല, தெய்வம் சம்சாரிக்கணும். ஆமென். ദൈവമാണ് ഇവിടെ സംസാരിക്കേണ്ടത്. அல்லேலூயா. ഹല്ലേലൂയ ஆண்டவர் நம்மோடு கூட இந்த நாளிலே இடைபடுவாராக. ஆமென். ആമേൻ. ദൈവം ഇന്ന് രാത്രിയിൽ നമ്മോട് ഇടപെടട്ടെ. நான் எங்க போனாலும் சொல்லுவேன், நிறைய விசுவாசிகள் முளகு பொடியா இருக்கிறாங்க. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പറയാറുണ്ട്, അനേക വിശ്വാസികൾ മുളക് പൊടിയായിട്ടാണ് ഇരിക്കുന്നത്. ஏன்னா முளகு பொடிக்கு பயங்கர என்ன இருக்கும், எரிவு காணும். മുളക് പൊടിക്ക് വലിയ എരിവാണ് ഉള്ളത്. அதுக்காண்டு தான் நம்ம நிறைய பேர்த்த காயப்படுத்திக்கிட்டு இருக்கிறோம், நிறைய பேரை வேதனைப்படுத்தி கொண்டு இருக்கிறோம். അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അനേകരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ஆனா நான் சொல்லுவேன், நம்ம முளகு பொடி இல்ல, நம்ம உப்பு. എന്നാൽ ഞാൻ പറയും, നമ്മൾ മുളക് പൊടിയല്ല, നമ്മൾ ഉപ്പാണ്. அது இங்கிலீஷ் இல்ல, தமிழ் இல்ல, மலையாளம் இல்ல, எல்லா நாட்டுக்காரனும் யூஸ் செய்வான்.
അത് ഏത് നാട്ടുകാരനും ഉപയോഗിക്കുന്ന ഒന്നാണ് ഉപ്പ് എന്ന് நான் പറയുന്നത്. இன்னைக்கு மிளகு பொடி இல்லாதனால உப்பா இருக்கனால தேசம் மொத்தம் என்ன பயன்படுத்துகிறார் கர்த்தர். ആമേൻ. ഞാൻ മുളക് പൊടി അല്ലാതെ ഞാൻ ഉപ്പായിരിക്കുന്നത് കൊണ്ട് ദേശം മുഴുവൻ എന്നെ പ്രയോജനപ്പെടുത്തുകയാണ്. ஹல்லேலூயா. ഹല്ലേലൂയ. ஆண்டவர் நம்மோடு கூட இடைபடுவாராக. ஆமென். ആമേൻ. ഇന്ന് இன்னைக்கு ദൈവം நான் നമ്മോട് உங்களோடு സംസാരിക്കട്ടെ. பேசக்கூடிய ஒரு வார்த்தை ரொம்ப ஆழமான ஒரு வார்த்தை. ஆமென். ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്ന ഒരു വാക്കുകൾ വളരെ ആഴമേറിയ ചില സത്യങ്ങളാണ്. கடந்த நாட்களிலே நான் மீட்டிங்ல இருக்கும்போது அருமையான போதகர் என்னை அழைத்தார் ஃபோன் மூலமாக. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മീറ്റിംഗിലായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പാസ്റ്റർ എന്നെ വിളിക്കുവാനിടയായി തീർന്നു. நான் அந்த நாள்ல இருந்து ஆண்டவருடைய சமூகத்துல ஜெபம் பண்ணி கொண்டிருந்தேன். ஆமென். ആ ദിവസം ഞാൻ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. நான் பாஸ்டர் ஸ்டீபனுக்கு என்னை பத்தி நல்லா தெரியும். வெளிப்பாடு இல்லாம எந்த இடத்துக்கு நான் போக மாட்டேன். ஆமென். പ്രിയപ്പെട്ട സ്റ്റീഫൻ പാസ്റ്ററിനെ എന്നെ നന്നായിട്ട് അറിയാം. എനിക്ക് ഒരു വെളിപ്പാട് ലഭിക്കാതെ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നതല്ല. ஆனா இன்னைக்கு கர்த்தர் தந்த வெளிப்பாடை உங்களிடத்துல ஷேர் பண்ண வந்திருக்கிறேன். അതുകൊണ്ട് തന്നെ ദൈവം തന്ന ഒരു വെളിപ്പാട് നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ஹல்லேலூயா. ഹല്ലേലൂയ. நல்ல அல்லேலூயா சொல்லுங்க பாப்போம். നന്നായിട്ട് கை கொண்டு வந்தவரெல்லாம் நல்ல அல்லேலூயா சொல்லுங்க பாப்போம். ஹல்லேலூயா. ഹല്ലേലൂയ. கர்த்தர் நல்லவர். எனக்கு ஒரு கிருபை இருக்கு. கண்ணை திறந்துட்டே தூங்குறவங்கள ஈஸியா கண்டுபிடிச்சிருவேன். பி கேர்ஃபுல். എനിക്കൊരു വലിയ കൃപ ദൈവം തന്നിട്ടുണ്ട്. കണ്ണ് തുറന്നുകൊണ്ട് ആരൊക്കെ ഉറങ്ങുന്നുണ്ടോ അവരെ കണ്ടുപിടിക്കാനുള്ള കൃപയാണത്. ஹல்லேலூயா. ഹല്ലേലൂയ. கர்த்தர் நல்லவர். ஆண்டவர் நம்மோடு கூட இடைபடுவாராக. ஆமென். ആമേൻ. ദൈവം ஹல்லேலூயா. ആമേൻ. வேதம் சொல்லுகிறது, மார்க்கு எழுதின சுவிசேஷம் 9வது அதிகாரம் அதனுடைய 43 இருந்து 47 வரையும் ஆண்டவராகிய இயேசு கிறிஸ்து இந்த பூமியில இருந்தபோது சில காரியங்களை சொல்லி போனார். ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വായിച്ച വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. உன்னுடைய கை உனக்கு இடறல் உண்டாக்கினால் அதை பிடுங்கி எறிந்து விடு என்று வேதம் சொல்லுகிறது. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ നീ എറിഞ്ഞു കളക, പിഴുത് എറിഞ്ഞു കളക എന്ന് എഴുതിയിരിക്കുന്നു. திரும்பவும் சொல்லுகிறது, உன்னுடைய கால் உனக்கு இடறல் உண்டாக்கினால் அதை நீ பிடுங்கி எறிந்து விடு என்று. വീണ്ടും പറഞ്ഞിരിക്കുന്നു, നിന്റെ കാലാണ് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ എറിഞ്ഞു കളക എന്ന് പറയുകയാണ്. திரும்பவும் சொல்லுகிறது, உன்னுடைய கண் உனக்கு இடறல் உண்டாக்கினால் அதை பிடுங்கி எறிந்து விடு என்று. നിന്റെ കണ്ണാണ് നിനക്ക് ഇടർച്ച വരുത്തുന്നത് എങ്കിൽ അതിനെ പിഴുത് എടുത്തു കളക, എറിഞ്ഞു കളക എന്ന് പറഞ്ഞിരിക്കുന്നു. உனக்கு எதெல்லாம் இடறலா இருக்கிறதோ அதையெல்லாம் பிடுங்கி எறிய வேண்டும் என்று பரிசுத்த ஆவியானவர் சொல்லுகிறார். നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നിനക്കിന്ന് ഇടർച്ചയായി നിൽക്കുന്നുണ്ടോ അതിനെല്ലാം എടുത്ത് എറിഞ്ഞു കളയുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. நான் இன்னைக்கு உங்ககிட்ட காலை பத்தி பேச வரல. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കാലിനെ കുറിച്ച് പറയുവാനായിട്ടല്ല വന്നിരിക്കുന്നത്. கையை பத்தி பேச வரல. കൈയെ കുറിച്ച് പറയുവാനല്ല വന്നിരിക്കുന്നത്. இன்னைக்கு நான் உங்ககிட்ட பேசக்கூடியது கண்களை பற்றி. എന്നാൽ ഇന്ന് കണ്ണുകളെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. இன்னைக்கு நிறைய சபை இதை போதிக்கிறது இல்லை. ഇന്ന് അനേക സഭകൾ അത് പഠിപ്പിക്കുന്നില്ല. நிறைய ஊழியக்காரர்கள் அதை சொல்லி தருகிறது இல்லை. അനേക സുവിശേഷകർ അതിനെ കുറിച്ച് പറയാറുമില്ല. ஆனா நான் இன்னைக்கு ஆவியானவரால் நிரம்பி சொல்கிறேன், இன்று நான் உங்களோடு பேசக்கூடியது கண்களை பற்றி. ஆமென். എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കണ്ണുകളെ കുറിച്ചാണ്. இந்த கண் உனக்கு இடறல் உண்டாக்கினால் அதை நீ பிடுங்கி எறிந்து விட வேண்டும் என்று வேதம் சொல்லுகிறது. വചനം പറയുന്നു, കണ്ണുകളാണ് നിനക്ക് ഇടർച്ചയായി നിൽക്കുന്നത് എങ്കിൽ അതിനെ പിഴുതെടുത്ത് എറിഞ്ഞു കളയുക. இந்த கண்ணு தான் நிறைய பேருக்கு பிரச்சனை. ஆமென். ഈ കണ്ണാണ് ഇന്ന് അനേകർക്ക് പ്രശ്നമായിട്ടുള്ളത്. இந்த கண்ணு சரியா இருந்தா நம்முடைய கையும் காலும் சரியா இருக்கும். കണ്ണ് ശരിയാണെങ്കിൽ നമ്മുടെ കൈയും കാലും എല്ലാം ശരിയായി തന്നെ. நிறைய நேரத்துல நிறைய பேருடைய கண்ணு சரியில்லாததுனால தான் நிறைய ப்ராப்ளங்கள் ജീവിതத்துல உண்டாகி வருகிறது. അനേക സ്ഥലങ്ങളിലും അനേകരുടെ കണ്ണുകൾ ശരിയല്ലാത്തത് കൊണ്ടാണ് അനേക പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത്. இயேசு கிறிஸ்து திரும்ப திரும்ப சொல்லி போனார், உன்னுடைய கண் உனக்கு இடறல் உண்டாக்கினால் அதை பிடுங்கி எறிந்திரு என்று. എന്നാൽ യേശു ക്രിസ്തു തുടർമാനമായിട്ട് പറയുകയുണ്ടായി, നിന്റെ കണ്ണുകൾ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ പിഴുതെടുത്ത് എറിഞ്ഞു കളയുക എന്ന്. இன்னைக்கு நான் உங்களோடு பேசக்கூடியது, உங்களுடைய கண்கள் ஜாக்கிரதையா இருக்க வேண்டும். നിങ്ങളുടെ കണ്ണുകളെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഈ രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. உங்க ரெண்டு கண்ணு மேலையும் கை வைங்களேன். നിങ്ങളുടെ രണ്ട് കണ്ണുകളുടെ മേലും നിങ്ങളുടെ കൈകളെ ഒന്ന് വെക്കാമോ? எல்லாரும் ஒரு நிமிஷம் ஜெபம் பண்ணுங்களேன். ഒരു നിമിഷം നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാമോ? நான் சொல்ற மாதிரியே சொல்லுங்க. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. இயேசுவே,
சொல்லுங்க. இயேசுவே, இயேசுவே, இந்த நேரத்துல ഈ സമയം என்னுடைய கண்களை എന്റെ കണ്ണുകളെ பரிசுத்த ஆவிக்குள்ளாக പരിശുദ്ധ ആത്മാവിനാൽ என்னை ஒப்பு கொடுக்கிறேன். എന്നെ സമർപ്പിക്കുന്നു. இந்த கண்களில എന്റെ കണ്ണുകളില് தேவையில்லாத காரியங்கள் இருக்குமானால் ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ இன்றோடு கூட എന്നോട് കൂടെ நான் பிடுங்கி எரியத்தக்கதாக അതിനെ എടുത്ത് എറിഞ്ഞു കളയുവാനായി பரிசுத்த ஆவியானவர் പരിശുദ്ധാത്മാവ് எங்கள் மேல എന്റെ മേൽ பலமாக ബലത്തോടെ இந்த நேரத்தில் இறங்கி வருவீராக. ഈ സമയം തന്നെ വ്യാപരിക്കണമേ. இயேசுவை பார்க்க விடாதபடி യേശുവിനെ കാണാതിരിക്കത്തക്ക നിലയിൽ இருக்கிற கண்கள் എന്റെ കണ്ണുകളെ இன்றோடு கூட ഇന്നു മുതൽ இயேசுவின் நாமத்தில் യേശുവിൻ നാമത്തിൽ நிர்மூலமாகி போவதாக. അതെല്ലാം മാറിപ്പോകട്ടെ. ஆவியானவர் இடைபடும். പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. இயேசுவின் நாமத்தில் ஜெபிக்கிறோம் நல்ல பிதாவே. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. அல்லேலூயா. ആമേൻ. இந்த ഹല്ലേലൂയ. கண்ணை பத்தி இயேசு திரும்பவும் சில காரியங்களை சொல்லி போனார். அதை நான் எனக்கு நேரத்திற்குள்ளாக நான் சொல்லி ஜெபிக்க ஆசைப்படுகிறேன். കണ്ണുകളെ കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. மத்தேயு 6வது அதிகாரம் മത്തായി സുവിശേഷത്തിൽ 6ാമത്തെ അധ്യായം. ஆனா 22வது வசனமும் 23வது வசனத்தை யாராவது ஒரு நபர் சத்தத்தை உயர்த்தி வாசிச்சால் நலமா இருக்கும். 22ഉം 23 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമായിട്ട് വായിച്ചാൽ അത് നന്നായി. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതാണെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. உன்னுடைய கண் உனக்கு வெளிச்சமா இருந்தால் உன் சரீரம் முழுவதும் வெளிச்சமா இருக்கும் என்று வேதம் சொல்லுகிறது. നിന്റെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ അത് ശരീരം മുഴുവൻ പ്രകാശമേകുമെന്ന് വചനം പറയുന്നു. ஆனா நிறைய பேருடைய கண்கள் இன்னைக்கு இருட்டா இருக்கிறதுனால தான் சரீரம் முழுவதும் இருளா இருக்கிறது. ഇന്ന് അനേകരുടെ കണ്ണുകൾ ഇന്ന് വേണ്ട വിധത്തിൽ വെളിച്ചമില്ലാതെ ഇരുട്ടായിരിക്കുന്നതുകൊണ്ടാണ് ശരീരം മുഴുവൻ ഇരുണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നത്. ஆனா இன்னைக்கு இருளினுடைய கண்கள் மாறி இந்த 2வது நாள் கூட்டங்களில வெளிச்சத்தின் கண்ணை கர்த்தர் உங்கள் ஒவ்வொருவருக்கும் தந்தருளுவாராக. എന്നാൽ ഈ രണ്ടാമത്തെ യോഗത്തില് ഇരുട്ടിന്റെ കണ്ണുകളെല്ലാം മാറിയിട്ട് വെളിച്ചമുള്ളതായി പ്രകാശിക്കുന്ന കണ്ണുകൾ ഈ രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് തരുവാൻ പോവുകയാണ്. எல்லாரும் கரங்களை உயர்த்தி நல்ல ஆமென் சொல்லுங்களேன். കരങ്ങൾ ഉയർത്തി ആമേൻ പറയാം. இன்னைக்கு உங்ககிட்ட நான் கண்ணை பத்தி பேச விரும்புகிறேன். ஆமென். ஆமென். ஐ கான்டாக்ட் அதை பத்தி நான் உங்களோடு பேச விரும்புகிறேன். ஆமென். ஆமென். ഐ കോണ്ടാക്ട് അതിനെ സംബന്ധിച്ച് നിങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. இத நான் நிறைய சர்ச்சில் பேசுறதுனால நிறைய பேருக்கு என்ன பிடிக்காது. அல்லேலூயா. ഈ വിഷയം ഞാൻ അനേക സഭകളിൽ സംസാരിക്കുന്നതുകൊണ്ട് പലർക്കും എന്നെ കാണത്തില്ല. ஆனால் எனக்கு இங்க உள்ளவங்களை பிரியப்படுத்துறதை விட பரலோகத்தில் உள்ள தேவனை பிரியப்படுத்துகிறது நல்லதென்று காண்கிறேன். എന്നാൽ എൻ്റെ ജീവിതത്തിൽ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ സ്വർഗ്ഗത്തിലുള്ള എൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. இன்னைக்கு கண்களை பற்றி ஆவியானவர் உங்களோடு இடைபடுவாராக. ഇന്ന് കണ്ണുകളെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നതാണ്. நமக்குள்ள 3 கண்கள் இருக்கிறது. ஆமென். ആമേൻ. നമുക്ക് നമ്മുടെ ഉള്ളിൽ 3 വിധമായ കണ്ണുകളുണ്ട്. இந்த 3 கண்ணையும் தான் ஆண்டவர் பிடுங்கி எறிய சொல்லுகிறார். ഈ 3 കണ്ണുകളെയാണ് എടുത്തെറിയുവാനായിട്ട് ദൈവം പറയുന്നത്. முதலாவது கண்கள் ഒന്നാമത്തെ കണ്ണ് நீதிமொழிகள் സദൃശവാക്യങ്ങളുടെ പുസ്തകം 30வது அதிகாரம் 9ാമത്തെ അധ്യായം 30வது அதிகாரம் 30ാമത്തെ അധ്യായം 12வது வசனமும் 13வது வசனமும் 30ാം അധ്യായത്തിൽ 12ഉം 13ഉം വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ. யாராவது ஒரு நபர் வாசிங்க. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. நான் முதலாவது உங்களோடு பேசக்கூடிய கண்கள் பேர் பெருமையான கண். ആദ്യമായി ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്ന കണ്ണിന്റെ പേരാണ് അഹങ്കാരത്തിൻ്റെതായ കണ്ണ്. பெருமையான கண், അഹങ്കാരമാകുന്ന കണ്ണ്. அரகண்ட் ஐ என்று இங்கிலீஷ் வேதாகமம் சொல்லுகிறது. അറഗന്റ് എന്ന വാക്കാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ஓ, பெருமையான கண்கள், അഹങ്കാരത്തിൻ്റെതായ കണ്ണ്. ஓ, இந்த கண்ணை தான் ஆண்டவர் பிடுங்கி எறிய சொல்லுகிறார் சிலரை விட்டு. ഈ കണ്ണാണ് ചിലരെ വിട്ട് അത് എറിയപ്പെടണമെന്ന് ദൈവം പറയുന്നത്. நிறைய பேருக்குள்ள பெருமையான கண்கள் ஓவராய் பொங்கி பொங்கி இருக்கிறதுனால தான் எதுவுமே அவருடைய வாழ்க்கையில நடக்காமல் போகிறது. അനേകരുടെ ജീവിതത്തിൽ ഈ അഹങ്കാരത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ ഉയർന്നുയർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നന്മയായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതെ പോകുന്നത്. நிறைய விசுவாச பிள்ளைகளுக்குள்ள, நிறைய ஊழியர்களுக்குள்ள இந்த பெருமையான கண்ணு வந்ததுனால தான் இன்னைக்கு எல்லாமே இருளுக்குள்ளாக கடந்து கொண்டிருக்கிறது. അനേകരുടെ ജീവിതത്തിൽ ഈ കണ്ണ് ഇപ്രകാരം ആയതുകൊണ്ടാണ് ജീവിതം തന്നെ ഇരുണ്ടു പോകുവാൻ ഇടയായി തീർന്നത് എന്ന് കാണുന്നു. ஆனால் ஆண்டவர் சொல்லுகிறார், இந்த பெருமையான கண்ணை இன்னைக்கு நம்ம பிடுங்கி எறிந்து விட வேண்டும். എന്നാൽ ദൈവം പറയുകയാണ്, ഈ അഹങ്കാരത്തിന്റെ
ദൈവത്തിന്റെ കണ്ണ് ഇന്നു തന്നെ വലിച്ച് അത് പിഴുത് എടുത്ത് എറിയേണ്ടതാണ്. ஒரு புதிய சந்ததி சபைக்குள்ளாக இருந்து எழும்பி வருகிறது. ഒരു പുതിയ സന്തതി സഭയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. அதுதான் பெருமையான கண்களை உடையவர்கள். അതാണ് അഹങ്കാരത്തിന്റെ കണ്ണുകളുള്ളവർ. ஓ என்ன அடிச்சுக்க ஆள் இல்லைன்னு சொல்லுகிறதான கண்கள். എന്നെ ആരും അടിക്കുവാനായി നിയന്ത്രിക്കുവാൻ ഇല്ല എന്ന് പറയുന്നതായ കണ്ണ്. இந்த கண்ணை தான் ஆண்டவராகிய தேவன் பிடுங்கி எறிய வேண்டும் என்று சொல்லுகிறார். ഇതേ കണ്ണാണ് എടുത്ത് എറിഞ്ഞു കളയണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. இந்த கண்கள் என்ன செய்கிறது என்று தெரியுமா? நான் செய்கிறது மாத்திரம்தான் சரி, மற்றவர்கள் செய்கிறதெல்லாம் தவறு என்று சொல்லுகிறது. ഈ കണ്ണ് എന്താണ് പറയുന്നത് എന്നറിയാമോ? നമ്മൾ ചെയ്യുന്നതാണ് മാത്രം ശരി, ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നാണ് ഈ കണ്ണ് പറയുന്നത്. இப்படிப்பட்ட கண்களை உடையவர்கள் இருப்பார்களானால் அவர்களுடைய சரீரம் முழுவதும் இருளாய் தான் இருக்கும். അങ്ങനെയുള്ള കണ്ണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശരീരം മുഴുവൻ ഇരുട്ടുള്ളതായിരിക്കും. ஓ தங்களுடைய குறைவுகளையும் தங்களுடைய குற்றங்களையும் திருத்தாமல் அடுத்தவர்களுடைய குறைகளை பார்க்கிற உனக்கு தான் பெருமையான கண் இருக்கிறது என்று வேதம் சொல்லுகிறது. സ്വന്തം കുറ്റങ്ങളെ കാണാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കുറവുകളെ നീ കാണുന്നുവെങ്കിൽ നിന്നിലാണ് ആ കണ്ണ് ഉള്ളത്. ஓ உன்னுடைய தவறை நிறைய நேரத்தில் நீ திருத்தாதபடி மற்றவனுடைய தெற்ற மாத்திரம் நீ நோக்கி கொண்டிருப்பாயானால் உனக்குள்ளதா பெருமையான கண் இருக்கிறது. இன்று அதை விட்டு வெளியே வர வேண்டும் என்று பரிசுத்த ஆவியானவர் உன்னை பார்த்து சொல்கிறார். നിന്റെ ജീവിതത്തിന്റെ കുറ്റങ്ങളെയും കുറവുകളെയും തീർത്താതെ മറ്റുള്ളവരുടെ തെറ്റുകളെ കണ്ട് അതിനെ പെരുപ്പിക്കുന്ന സ്വഭാവം നിനക്കുണ്ടെങ്കിൽ ആ കണ്ണിന്റെ ആ ദൃഷ്ടി വിട്ടിട്ട് നീ പുറത്തു വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നെ പ്രബോധിപ്പിക്കുകയാണ്. எத்தனை பேருக்கு பேனால எழுதுறது பிடிக்கும்? எத்தனை பேருக்கு பேனால எழுதுறது பிடிக்கும்? പേന കൊണ്ട് എഴുതുവാൻ എത്ര പേർക്ക് ഇഷ്ടമാണ്? കരങ്ങളെ ഉയർത്തി കാട്ടുங்களேன். കൈ ഒന്ന് ഉയർത്താമോ? இன்னைக்கு எல்லாருக்கும் பேனா ரொம்ப பிடிக்கும். பேனா நான் பேசுறது உங்களுக்கு புரியாட்டி அவர் சொல்லி தரகிறார். பேனால எழுதுறது எத்தனை பேருக்கு பிடிக்கும்? கரங்களை உயர்த்தி காட்டுங்களேன். പേന കൊണ്ട് എഴുതുവാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? நிறைய பேருக்கு பேனா கொண்டு எழுதுறதுக்கு ஆசை. ஆமென். അനേകർക്ക് പേന കൊണ്ട് എഴുതുവാനായിട്ട് ഇഷ്ടം. அப்ப இங்க இருக்கிற சிலரை பார்த்து கேட்கிற எத்தனை பேருக்கு பென்சில் எழுதுறது பிடிக்கும்? എന്നാൽ ഇവിടെയുള്ള ചിലരോട് ചോദിക്കട്ടെ, പെൻസിൽ കൊണ്ട് എഴുതുവാൻ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്? கரங்களை உயர்த்தி யாராவது இருக்கீங்களா? ஒரு சிலர் தான் இருக்கிறாங்க. இன்னைக்கு உங்களுக்கு ஒரு சத்தியத்தை சொல்ல விரும்புகிறேன். நீங்க ഇവിടെ കുറച്ച് പേര് മാത്രമേ അങ്ങനെ ഉള്ളൂ. கர்த்தர் நல்லவர். ஆமென். ദൈവം നല്ലവൻ. ആമേൻ. இன்னைக்கு என் வலையில அழகா மாட்டிக்கிட்டீங்க. ആമേൻ. கர்த்தர் நல்லவர். ஆமென். ആമേൻ. நிறைய பேருக்கு பேனா கொண்டு எழுதுறதுக்கு தான் ஆகிரகம். അനേകർക്ക് പേന കൊണ്ട് എഴുതുന്നതാണ് ഇഷ്ടം. ஏன்னா ஹேண்ட் ரைட்டிங் சூப்பரா இருக்கும். എന്തുകൊണ്ടെന്നാൽ ഹാൻഡ് റൈറ്റിംഗ് കാണുവാനായിട്ട് നന്നായിരിക്കും. சூப்பரா எழுத்து வரும். നന്നായിട്ട് എഴുതുവാനായിട്ട് സാധിക്കും. ഇത് കാരണം കൊണ്ട് എല്ലാവർക്കും പേനാല എഴുതുறதுக்கு தான் ஆசை. അതുകൊണ്ട് എല്ലാവർക്കും പേന കൊണ്ട് എഴുതുന്നതാണ് ഇഷ്ടം. ஆனா நிறைய பேருக்கு பென்சில் யாருக்குமே பிடிக்காது. എന്നാൽ കൂടുതൽ പേർക്കും പെൻസിൽ ഇഷ്ടപ്പെടുന്നില്ല. ஏன்னா பார்க்க ஸ்டைலா இருக்காது எழுத்து. എന്തുകൊണ്ടെന്നാൽ കാണുവാൻ അത്ര സ്റ്റൈലായിട്ട് ഉണ്ടാവില്ല. இப்படிப்பட்ட நிறைய பேர் இங்க பேனா விசுவாசிகள் இருக்கிறீர்கள். ഇവിടെ അതുപോലെ തന്നെ പേന വിശ്വാസികളായിട്ടുള്ള അനേകരെ നമ്മുടെ ഇടയിലുണ്ട്. ஆனா நான் இன்னைக்கு சொல்ல வரேன், நீ பேனாவா இருக்க கூடாது, பென்சிலா இருக்கணும்னு சொல்ல வரேன். എന്നാൽ ഞാൻ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പേനയായിട്ട് ഇരിക്കുകയല്ല വേണ്ടത്, നീ പെൻസിലായിട്ടാണ് മാറേണ്ടത്. பேனால நீ எவ்வளவு எழுதினாலும் அதுல ஒரு തെറ്റ് வந்தா உன்னால அழிக்க முடியாது, கிறுக்க தான் முடியும். എന്നാൽ അതിന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ പേന കൊണ്ട് എഴുതുമ്പോൾ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ മായ്ച്ചു കളയാൻ സാധിക്കത്തില്ല, അതിനെ വലിച്ചു കീറുവാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. இன்னைக்கு நிறைய பேருடைய பாவங்கள் அழிக்காம கிறுக்கப்பட்டிருக்கிறது. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഇതുപോലെ പാപങ്ങള് അത് മായ്ച്ചു കളയാതെ അത് മുറിയപ്പെട്ട അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. இன்னைக்கு நிறைய பேர் நம்ம பென்சில்ல எழுதுனா தெற்று வந்தா மாய்ச்சறலாம். ஆமென் சொல்லுங்களேன். എന്നാൽ പെൻസിൽ കൊണ്ട് എഴുതുകയാണെങ്കിൽ അത് മായ്ക്കുവാൻ സാധിക്കും എന്ന് പറയുകയാണ്. இன்னைக்கு நிறைய பேருக்கு பேனா கொண்டு எழுதி തെറ്റ யாரும் കാണக்கூடாதுன்னு சொல்லி கிறுக்கி இருக்கிறாங்க. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പേന കൊണ്ട് എഴുതിയിട്ട് തെറ്റ് വരുമ്പോൾ അത് കീറിക്കളയുന്നത് പോലെ இன்னைக்கு நான் உங்ககிட்ட சொல்ல வரேன், உன் தெற்ற இன்னைக்கு நீ கிறுக்காத, அதுக்கு பதிலா இன்னைக்கு இயேசுவின் ரத்தம் கொண்டு அழிச்சிடணும். അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ തെറ്റുള്ളതായ ഭാഗം നീ വെറുതെ കീറിക്കളയുവാൻ ശ്രമിക്കാതെ യേശുവിന്റെ രക്തം കൊണ്ട് അതിനെ മായ്ച്ചു കളയുക. நிறைய பேருடைய தெற்று யாரும் பார்க்கலன்னு சொல்லி இன்னைக்கு வரையும் மூடி வச்சிருந்தனா பரிசுத்த ஆவியானவர் சொல்லுகிறார், இன்னைக்கு இயேசுவின் திரு ரத்தம் கொண்டு அதை நீ இன்னைக்கு மாய்த்து களஞ்சிடணும்.
അനേകരുടെ ജീവിതത്തിൽ തങ്ങളുടെ പാപങ്ങൾ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മൂടി മറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ രക്തത്താൽ അതിനെ മായ്ക്കപ്പെടണമെന്ന് ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയാ, ആമേൻ, ஹல்லேலூயா. ഹല്ലേലൂയ. ஓ, இந்த கண்ணுக்குள்ள இந்த பெருமையான கண்ணு தான் நிறைய பேருடைய ஊழியத்தையும் நிறைய பேருடைய ஜீவிதத்தையும் தகர்த்தது. ഈ അഹങ്കാരത്തിന്റെ കണ്ണാണ് അനേകരുടെ ജീവിതത്തെയും അനേകരുടെ ശുശ്രൂഷകളെയും തകർത്തത്. இந்த பெருமையான கண்ணு என்ன செய்யும்னு தெரியுமா? எடுத்து வாசிக்கலாம். ഈ അഹങ്കാരത്തിന്റെ കണ്ണ് എന്താണ് ചെയ്യുന്നത് എന്നറിയാമോ? നമുക്ക് എടുത്ത് വായിക്കാം. മത്തയ്യു 7-ാം അധികാരം അതിനുடைய 3 മുതൽ 5 വരെയുള്ള വചനം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. കപടഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്തു കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്തു കളവാൻ വെടിപ്പായി കാണും. ஆண்டவர் இப்படி சொல்லுகிறார்னா, முதல்ல உன் கண்ணில் உள்ள உத்தரத்தை எடுத்துட்டு வேணும் மற்றவங்க கண்ணில் உள்ள துரும்ப பார்க்கறதுக்கு என்று. ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ആദ്യമായി നിന്റെ കണ്ണിലുള്ള ആ വലിയ കോൽ എടുത്തു കളയുക, എന്നിട്ട് വേണം മറ്റുള്ളവന്റെ കണ്ണിലെ കരട് എടുക്കുന്നത്. ஆனா இன்னைக்கு பெருமையான கண்ணுள்ளவன் எல்லாம் பார்க்கிறது என்ன தெரியுமா? மற்றவனுடைய துரும்ப தான் பார்க்கறானே தவிர தன்னுடைய அந்த உத்தரத்தை யாராலையும் பார்க்க முடியல. എന്നാൽ ഇന്ന് അഹങ്കാരമുള്ള കണ്ണുകൾക്ക് ഉടയവരായിട്ടുള്ളവർ അവർ സ്വന്തം കണ്ണിലെ അത് കാണുന്നില്ല, വലിയ തടി കാണുന്നില്ല, എന്നാൽ മറ്റുള്ളവരുടെ കണ്ണിലെ ചെറിയ കരടുകളാണ് അവർ കാണുന്നത്. ஆனால் ஆண்டவர் அவர்களை பார்த்து சொன்னார், மாயக்காரனே என்று. എന്നാൽ ദൈവം അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, കപട ഭക്തിക്കാരാ. இன்னைக்கு கர்த்தர் நம்மளையும் பார்த்து அப்படிதான் சொல்லுகிறார். நம்முடைய கண்களில் உள்ள உத்தரத்தை எடுத்து விட்டு வேணும் மற்றவன் கண்ணில் உள்ள துரும்பை பார்ப்பதற்கு. ദൈവത്തിന്റെ ആത്മാവ് കർത്താവ് നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. സ്വന്തം കണ്ണിലെ കോൽ എടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കുവാൻ. நிறைய பேர் இன்னைக்கு மற்றவன் கண்ணில் உள்ள சின்ன ஒரு துரும்பை பார்த்து பார்த்து தன்னுடைய பெருமையில அப்படி பீர்த்தி கொண்டு இருப்பானால் கர்த்தர் அவனை பார்த்து சொல்லுகிற வார்த்தை, மாயக்காரனே. ഇന്ന് അപ്രകാരം മറ്റുള്ളവരുടെ കണ്ണിന്റെ ആ ചെറിയ ചെറിയ കാര്യങ്ങളെ പൊരിപ്പിച്ച് പറയുന്നവരോട് ദൈവം പറയുകയാണ്, നീ കപട ഭക്തിക്കാരൻ. இன்னைக்கு இந்த கண்ணை தான் ஆண்டவர் பிடுங்கி எறிய சொல்லுகிறார். ഇന്ന് ആ കണ്ണാണ് പിഴുതെറുത്ത് എറിഞ്ഞു കളയുവാനായി ദൈവം ആവശ്യപ്പെടുന്നത്. ആണ്ടവർ എത്ര പേരോട് ഇടപെട്ട് കൊണ്ടിരിക്കുകയാർ. എത്ര പേരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ ബലമായി വിശ്വസിக்கிறேன், ചിലരുടെ ഉള്ളങ്ങളിലെ പരിശുദ്ധ ആവിയാനവർ ഇടപെട്ട് കൊണ്ടിരിക്കുകയാർ എന്ന്. ഞാൻ ബലമായി വിശ്വസിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ഇന്ന് അനേകരുടെ ഹൃദയങ്ങളോട് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. இந்த பெருமையான கண்கள் நமக்கு இருந்தால் என்ன நடக்கும்னு சொன்னா இப்படி சொல்ல முடியும். நேபுகாத் நேச்சர் என்கிறதான ராஜா போய் உப்பரிகையின் மேல நிற்கிறார். ആമേൻ. ഇവിടെ ഈ അഹങ്കാരത്തിന്റെ കണ്ണ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നെബൂഖദ്നേസറിന്റെ സംഭവത്തിലേക്ക് നമുക്ക് നോക്കാം. അവൻ പോയി മാടി മേലെ നിന്നു കൊണ്ടിരിക്കുകയാണ്. ഇതാ നെബൂഖദ്നേസർ ഇതാ മാളികയുടെ പുറത്ത് നിൽക്കുകയാണ്. ഞാൻ കട്ടിന മഹാബാബിലോൺ, ഞാൻ പണിതുയർത്തിയതായ, എന്റെ കൈ പണിതുയർത്തിയതായ വലിയ മഹാബാബിലോൺ എന്ന് പറയുകയാണ്. இப்படி சொல்லும்போதே வானத்திலிருந்து ஒரு சத்தம் உண்டாகி, അത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു ആകാശത്തു നിന്ന് ശബ്ദം കേൾക്കുവാനിടയായി. அந்த சத்தம் உண்டாகி, நீ மனுஷன் என்று தள்ளப்பட்டு மிருகங்களோடு சஞ்சரிப்பாய். അത് പറയുന്നത് ഇപ്രകാരമാണ്, നീ മനുഷ്യന്റെ അവസ്ഥയിൽ നിന്നും നീ തള്ളപ്പെട്ട് മൃഗത്തെ പോലെ നീ മാറുമെന്ന് പറയുകയുണ്ടായി. நான் வேதத்தை படிச்ச போது திரும்பவும் எனக்கு வந்த ஒரு சிந்தை, யாரெல்லாம் பெருமை பேசினானோ அவனையெல்லாம் கர்த்தர் எருமையா மாற்றிட்டார் பைபிள்ல. എന്നാൽ ഞാൻ ഈ ഭാഗം ഒന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ആരെല്ലാം ഇതുപോലെ അഹങ്കാരം പറഞ്ഞിട്ടുണ്ടോ ദൈവം അവരെല്ലാം എരുമകളെ പോലെ മാടിനെ പോലെ ആക്കുകയുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. இந்த பெருமையான கண்ணை விட்டு நம்ம வெளியே வரணும். ஆமென், ஆமென். இன்னைக்கு என்னுடைய காரியம், என்னுடைய திறமை, என்னுடைய டாலண்ட், நான் இல்லாட்டி ஒண்ணுமே நடக்காதுன்னு சொல்ற சிந்தையை விட்டு நீ வெளியே வந்தாதான் கர்த்தர் உன்னுடைய ശരീരത്തെ വെളിച്ചമുള്ളതായി മാറ്റുവാർ. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഞാനില്ലാതെ ഒന്നും നടക്കത്തില്ല, എൻ്റെ കഴിവുകളും എൻ്റെ ടാലന്റുകളും ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന അഹങ്കാരത്തിന്റെ കണ്ണുകളെ വിട്ടുകൊണ്ട് നീ വെളിയിലേക്ക് വരേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. லூக்கா 18வது அதிகாரத்துல எடுத்து வாசிக்க வேண்டாம். அதுல 2 பேர் ஜெபம் பண்ண போகிறாங்க. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് 18-ാം അധ്യായത്തില് 2 പേരെ പ്രാർത്ഥിക്കുവാൻ പോകുന്നതായി പറഞ്ഞിരിക്കുന്നു. ஒருத்தன் சொல்றான், பரிசேயன், நான் தசமபாகம் கொடுக்கிறேன்.
പരിശുദ്ധൻ പറയുകയാണ്, ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കുന്നു, நான் காணிக்க கொடுக்கிறேன், ഞാൻ സ്തോത്ര കാഴ്ച കൊടുക്കുന്നു, நான் எல்லாத்தையும் வாரத்துல 3 நாள் உபவாசம் இருக்கிறேன், ഞാൻ എല്ലാ ആഴ്ചകളിലും ഞാൻ വേണ്ടപോലെ ഉപവാസം എടുക്കുന്നു. எல்லாத்தையும் இயேசு பொறுமையோட கேட்டுக்கொண்டிருந்தார். യേശു അതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്നു. ஆனால் ஒரு பாவியான மனுஷன் എന്നാൽ ഒരു പാപിയായ മനുഷ്യൻ ஆலயத்துக்கு வெளியில நின்று கொண்டு ആലയത്തിന് വെളിയിൽ നിന്നുകൊണ്ട് தன்னுடைய கண்களை ஏறெடுத்து பார்க்க முடியாதபடி അവൻ മുകളിലേക്ക് നോക്കുവാൻ, തന്റെ കണ്ണുകൾ ഉയർത്തുവാൻ പറ്റാത്ത വിധത്തിൽ பாவியாகி என்மேல் கிருபையாயிரும் என்று ஜெபம் பண்ணினான். പാപിയായ എന്നോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ஆனால் இங்கே இருக்கிறவன் காணிக்க கொடுக்கிறான், உண்மை. എന്നാൽ ഇവിടെ ആയിരിക്കുന്ന വ്യക്തി സ്തോത്ര കാഴ്ച കൊടുക്കുന്നുണ്ട്, ശരിയാണ്. 3 நாள் உபவாசம் இருக்கிறான், உண்மை. 3 നാൾ ഉപവാസം എടുക്കുന്നുണ്ട്, അത് ശരിയാണ്. காணிக்க கொடுக்கிறது தப்பு இல்ல, സ്തോത്ര കാഴ്ച കൊടുക്കുന്നത് തെറ്റല്ല. உபவாசம் இருக்கிறது தப்பு இல்ல, ഉപവാസം ഇരിക്കുന്നത് തെറ്റല്ല. எல்லாத்தையும் ஆண்டவர் பொறுமையோட கேட்டுக்கொண்டிருந்தார். എല്ലാം കർത്താവ് ക്ഷമയോട് കൂടി കേട്ടുകൊണ്ടിരുന്നു. ஆனால் ஒரே ஒரு காரியம் சொன்னபோது ஆண்டவருக்கு டென்ஷன் ஆயிடுச்சு. ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് കർത്താവിന് ടെൻഷനായി. அது என்ன தெரியுமா? அவனை மாதிரி நான் இல்லைன்னு சொன்ன உடனே ஆண்டவர் அந்த இடத்துல கோபப்பட்டார். ദൈവത്തിന് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ നിൽക്കുന്ന ഇവനെ പോലെ അല്ല എന്ന് പറഞ്ഞത് കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. அப்ப வேதம் சொல்லுகிறது இவனே அல்ல, அவனே நீதிமானாக்கப்பட்டு வீட்டுக்கு கடந்து சென்றான் என்று. വചനം പറയുകയാണ്, ഇവനെ അല്ല അവനെ തന്നെയാണ് നീതിമാനാക്കി വീട്ടിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നത്. இன்னைக்கு நீ காணிக்க கொடுக்கலாம், ഇന്ന് നീ സ്തോത്ര കാഴ്ച நீ കൊടുക്കുന്നു, தசமபாகம் கொடுக்கலாம், ദശാംശം കൊടുക്കും, நீ படிச்சிருக்கலாம், നീ நீ പഠിച്ചിട്ടുണ്ടാകും, பதவியில இருக்கலாம், நீ அந்தஸ்துல இருக்கலாம். என்ன இருந்தாலும் மற்றவர்களுடைய குறையை நீ பார்த்து கொண்டிருந்தாயானால் உன்னுடைய எல்லாம் இருளாய் மாறும் என்று பரிசுத்த ஆவியானவர் சொல்லுகிறார். നിന്റെ ജീവിതത്തിലെ പദവികളോ അന്തസ്സോ എന്തൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ കുറവുകളെ കാണുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ നിന്റെ ജീവിതം മുഴുവൻ ഇരുട്ട് നിറഞ്ഞതാണ് എന്ന് ഇന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. அதனால் இந்த பெருமையான கண்ணை விட்டு நாம் வெளியே வர வேண்டியது அவசியம். അതുകൊണ്ട് ഈ അഹങ്കാരത്തിന്റെ കണ്ണിനെ വിട്ട് നമ്മൾ പുറത്തു വരേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. இந்த ஆதாம் ஏவாள் கதை எல்லாருக்கும் தெரியும். ആദാമിന്റെയും ഹവ്വയുടെയും കഥ എല്ലാവർക്കും അറിയാം. இந்த கதையில என்ன பாத்தீங்கன்னா, ஆண்டவர் சொன்னார் அந்த கனியை புசிக்காதன்னு. ഈ കഥയിൽ എന്താണ് നമ്മൾ വായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം പറഞ്ഞു തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് എന്ന് പറഞ്ഞു. இவனும் இவனுடைய மனைவியும் சாப்பிட்டுட்டார்கள். എന്നാൽ ആദാമും ഹവ്വയും അത് ഭക്ഷിക്കുവാനിടയായി തീർന്നു. இது சொல்லும் போது ஒரு சத்தியத்தை சொல்ல வேண்டியது அவசியம். ഇത് ഞാൻ പറയുമ്പോൾ സത്യം ഞാൻ വിളിച്ചു പറയേണ്ടത് ആവശ്യമാണ്. ஆண்டவர் ஆணனுடைய விலா எலும்பை எடுத்ததை யாரை உண்டாக்கினார்? പുരുഷന്മാരുടെ ഒരു വാരിയല്ല എടുത്തിട്ടാണ് ആരെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഏവാളെ കർത്തർ ഉണ്ടാക്കിனார். ഹവ്വയെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. വിശ്വസിக்கிறவங்க ஆமென் சொல்லுங்க. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ஆமென். இன்னைக்கு நான் உங்ககிட்ட சொல்லக்கூடிய ஒரு சத்தியம் நிறைய பேருக்கு கசப்பா இருக்கும். ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പോകുന്ന ഒരു സത്യം അനേകർക്ക് അത് കൈപ്പായിട്ട് തോന്നും. நான் இந்த இடத்துக்கு ஊழியத்திற்காக கடந்து வந்தேன். ഞാൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ കടന്നു വന്നു. நான் வர்ற நேரத்தில் என்னுடைய கால் கீழே தட்டி நான் விழுந்து என்னுடைய காலில் இருந்து ஒரு எலும்பு முறிஞ்சு போய்விட்டது. ഞാനിവിടെ വന്ന അവസരത്തിൽ ഇവിടെ ഞാൻ എൻ്റെ കാല് തട്ടി എൻ്റെ കാലിന്റെ ഒരു നരമ്പ് മുറിയുവാനിടയായി തീർന്നു. உதாரணத்துக்கு சொல்றேன், ഉദാഹരണമായിട്ട് പറയുക. பாஸ்டருடைய சபைக்கு நான் வந்ததுனால இந்த பாஸ்டர் என்ன சொன்னாரு, அவருடைய எலும்பை எடுத்து எனக்கு வைத்தார். ഈ പാസ്റ്ററിന്റെ സഭയിലേക്കാണല്ലോ ഞാൻ വന്നത്. അതുകൊണ്ട് ഈ പാസ്റ്റർ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നരമ്പ് എടുത്ത് എനിക്ക് വെച്ച് തരുന്നു. ഇപ്പൊ இந்த எலும்பை வச்சதுனால என்னால நடக்கலாம். ഈ നരമ്പ് തിരിച്ച് എനിക്ക് വെച്ചത് കൊണ്ട് എനിക്കിപ്പോൾ നടക്കുവാനായിട്ട് പറ്റും. ஆனா அந்த எலும்பை வச்சு நான் நடந்தாலும் இந்த எலும்பு என்ன குத்திக்கிட்டே இருக்குது. എന്നാൽ ഞാൻ ആ നരമ്പ് കൊണ്ടാണ് ഞാൻ നടക്കുന്നത് എങ്കിലും ഇപ്പോൾ നിലവിലുള്ളതായ എന്റേതായ ഈ നരമ്പ് എന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. அப்படின்னு சொன்னா உலகத்துல ஏன் எலும்பு செட் ஆகுற மாதிரி வேற ஒருத்தங்களுடைய எலும்பு செட் ஆகாதுன்னு. എന്തുകൊണ്ടെന്നാൽ എന്റേതായ ശരീരത്തിന്റെ അവയവം എന്റെ ശരീരത്തിൽ സെറ്റായി തീരുന്നത് പോലെ വേറെ ആരുടെ ശരീരത്തിന്റെ അവയവം എന്റെ ശരീരത്തിൽ സെറ്റായി മാറുന്നില്ല. இன்னைக்கு நிறைய பேருடைய எலும்பு, நிறைய பேருடைய வாழ்க்கையில நிறைய எலும்பு செட் ஆகாதனால தான் இன்னைக்கு வரையும் குத்திக்கிட்டு இருக்குது. ഇന്ന് അനേകരുടെ ജീവിതത്തിന്റെ എല്ലുകള് വാരിയെല്ലുകള് അത് സെറ്റ് ആകാത്തത് കൊണ്ട് ഇന്ന് അനേകരുടെ ജീവിതത്തെ അത് തന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എதை പറ്റി பேசுகிறேன் என்று உங்களுக்கு நன்றாய் புரிகிறது என்று நினைக்கிறேன். എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും. இந்த எலும்பு நிறைய குடும்பத்துல இன்னைக்கு வரையும் குத்திக்கிட்டு இருக்கறனால தான் நிறைய பேர் சாகிறதுக்காக போகிறான். ഇന്ന് ഈ കുടുംബത്തിനകത്ത് ഈ എല്ല് അനേകരെ കുത്തുന്നത് കൊണ്ടാണ് അനേകരെ മരിക്കുവാനായിട്ട് തയ്യാറാകുന്നത്. பாஸ்டர் போய் சொல்றது, பாஸ்டர் என்னுடைய வீட்ல ஒரே பிரச்சனை, ப்ளீஸ் எனக்காக ஜெபம் பண்ணுங்கன்னு.
പാസ്റ്റർമാരുടെ അടുക്കൽ പറയുകയാണ്, പാസ്റ്ററെ ഞങ്ങളുടെ വീടുകളിൽ ഒത്തിരി പ്രശ്നമാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ. ஏன் அப்படின்னு சொன்னா இன்னைக்கு நமக்கு வந்திருக்கிறதான ஜீவிதத்தினுடைய எலும்பு நம்ம மேட்ச் பண்ணதே தவிர கர்த்தர் மேட்ச் பண்ணது இல்ல சிலருக்கு. ഇന്ന് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ളതായ എല്ല് നമ്മൾ ഒരു വിധത്തിൽ അത് മാച്ചായി വെക്കുന്നത് ഒഴിച്ചാൽ ദൈവം അതിനെ മാച്ചാക്കി മാറ്റുന്നില്ല. வேதம் சொல்லுகிறது தேவன் இணைத்ததை மனுஷனால் பிரிக்க முடியாது என்று. പറയുകയാണ് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യനാൽ പിരിക്കാൻ സാധ്യമല്ല. இன்னைக்கு நிறைய பிரச்சனைகள் வந்துட்டு உன் குடும்பத்துல, ഇന്ന് അനേക പ്രശ്നങ്ങൾ നിന്റെ കുടുംബത്തിന്റെ അകത്ത് വന്നിരിക്കുകയാണ്. நிறைய போராட்டங்கள் வந்த போதிலும், അനേക പോരാട്ടങ്ങൾ വന്ന അവസരങ്ങളിലും, எனக்கு இந்த ஜீவிதம் வேண்டான்னு சொன்ன போதிலும், എനിക്ക് ഈ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ വേളയിലും உன்னை கர்த்தர் நிக்க வைத்ததுக்கு காரணம் இது மனுஷன் நினைத்ததல்ல, சிலதை தேவன் நினைத்தது. ഇത് നീ നിലനിൽക്കുവാനായിട്ടുള്ള കാരണം അത് മനുഷ്യൻ നിന്നെ നിർത്തിയതല്ല, ദൈവം നിന്നെ നിർത്തിയത് കൊണ്ടാണ്. ஓ எத்தனை பிரச்சனைகள் உன் ஜீவிதத்துல வந்தது, എത്രയോ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ஓ വന്നു. எத்தனை போராட்டங்கள் வந்தது, എത്രയോ പോരാട്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ எத்தனையோ முறை சாகிறதுக்காக போனாய், എത്രയോ തവണ നീ മരിക്കുന്നതിന് വേണ്ടി പോയി. ஓ ஆனால் இதை ஆண்டவர் இன்னைக்கு உனக்கு தெளிவுபடுத்துகிறார். എന്നാൽ ഇന്ന് ദൈവം നിനക്ക് അത് വെളിപ്പെടുത്തി ஓ തരുകയാണ്. இது மனுஷன் இணைத்ததல்ல, മനുഷ്യൻ ஓ കൂട്ടിച്ചേർത്തതല്ല, இது தேவன் இணைத்ததுனால. ദൈവം ஓ കൂട്ടിച്ചേർത്തത്. பிரச்சனைகள் வரும்போது, എന്തെല്ലാം പ്രശ്നങ്ങൾ ஓ കടന്നു വന്നാലും, போராட்டங்கள் வரும்போது, പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ ஓ ஆண்டவர் உன் கூட இருந்தார். ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. இன்னைக்கு சிலருடைய உள்ளத்திலிருந்து நான் பேச விரும்புகிறேன். நிறைய முறை என்னுடைய ஜீவிதம் இப்படியா இருக்குது, எனக்கு இவ்வளவு கஷ்டம் தெய்வமே, எனக்கு இந்த ஜீவிதம் வேண்டான்னு நீ பலமுறை தீர்மானிச்சிருக்கிற. അനേകരുടെ ജീവിതത്തിനുള്ളിലേക്ക് കടന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അനേക നിമിഷങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ഈ ജീവിതം വേണ്ട ദൈവമേ, എനിക്ക് ഇനി ജീവിക്കേണ്ട ദൈവമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. அப்போஸ்தலனாகிய பவுல் சொன்னார், പൗലോസ് അപ്പോസ്തലൻ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, இந்த முள்ளு என்ன குத்திக்கிட்டே இருக்குதுன்னு. ഒരു മുള്ള എന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. ஆனா முள்ளுன்னு சொன்னவர் என்ன முள்ளுன்னு சொல்லாம போயிட்டாரு. എന്നാൽ മുള്ളെന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ എന്താണ് മുള്ളെന്ന് പറഞ്ഞിട്ടേ ഇല്ല. அது கணவனா இருக்கலாம், അതൊരു പക്ഷേ ഭർത്താവായിരിക്കാം, மனைவியா இருக்கலாம், ഒരു പക്ഷേ ഭാര്യയായിരിക്കാം, பிள்ளைங்களா ഒരു இருக்கலாம், പക്ഷേ മക്കളായിരിക്കാം, இல்ல வியாதியா இருக்கலாம், എന്തെങ്കിലും രോഗമായിരിക്കാം, எதுவா இருக்கட்டும். എന്തുമായിക്കൊള്ളട്ടെ. ஆனால் பவுல் 3 தடவை இந்த முள்ளு மாற ஜெபம் பண்றான். എന്നാൽ പൗലോസ് 3 പ്രാവശ്യം ഈ മുള്ളു മാറിപ്പോകാനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ஆனா பவுலுக்கு ஆண்டவர் பதில் கொடுக்கவே இல்ல. എന്നാൽ പൗലോസിന് ദൈവം മറുപടി പറഞ്ഞില്ല. ஒரே ஒன்னு சொன்னாரு, ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞു, என் கிருபை உனக்கு போதும். കൃപ നിനക്ക് മതി. ஓ இந்த முள்ள தாங்கக்கூடிய சக்தி ഈ മുള്ളിനെ இந்த கிருபைக்கு இருக்கிறது. கரங்களை தட்டி கர்த்தரை ഈ மகிமைப்படுத்துவோம். മുള്ളെല്ലാം താങ്ങുവാനുള്ള കൃപ ഇതാ എന്റെ കരയ്ക്കുണ്ട്. കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്താം. நீ முள்ள தாங்கி கொண்டிருக்கிறானா உனக்குள்ள கிருபை இருக்குன்னு அர்த்தம். നീ മുള്ള് സഹിക്കുന്നുവെങ്കിൽ ഓർക്കുക, നിന്റെ ഉള്ളിൽ കൃപയുണ്ട്. ஓ அந்த முள்ள குத்துறதுனால நீ சாகாம இன்னைக்கு வரையும் நிலைத்து நிற்கிறானா உனக்குள்ள தேவ கிருபை இருக்குன்னு அர்த்தம். ഇത്രയും മുള്ളുണ്ടായിട്ടും നീ നഷ്ടപ്പെടാതിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ ഉള്ളിൽ കൃപ கிருபையில நிறைந்தவர்கள் அல்ல, ஓ ஆத்மாவில நிறைந்து கரங்களை தட்டி கர்த்தரை மகிமைப்படுத்து. കൃപ നിറഞ്ഞവരെല്ലാം ஓ தேவ கிருபை சிலருடைய மேல் இவ்வளவு நாள் பட்ட கஷ்டத்திற்கு பதிலாக இறங்கி வந்து கொண்டிருக்கிறது. ഈ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരികയാണ്. ആമേൻ. ആമേൻ. ஓ எத்தனை பேருக்கு கிருபை இருக்குன்னு கேட்டா ஒருவேளை நீங்க சொல்லுவீங்க கேள்விக்குறியா இருக்கும். அது எத்தனை பேருக்கு கிருபை இருக்குன்னு கேட்டா நீங்க சொல்லுவீங்க அது கேள்விக்குறியா இருக்கும். ഇന്ന് എത്ര പേർക്ക് കൃപയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേകർ പറയും ഇതൊരു ഒരു ചോദ്യത്തിന് വേണ്ടി ചോദിക്കുന്നതാണെന്ന് പറയും. ஆனா நான் சொல்றேன் எத்தனை பேருக்கு பிரச்சனை இருக்குன்னு கேட்டா நீங்க எல்லாரும் கை பொக்குவீங்க. എത്ര പേർക്ക് പ്രശ്നമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേകർ കൈപൊക്കും. இன்னைக்கு நான் சொல்ல வரேன், பிரச்சனை இருக்கிறவனுக்கு ஒன்னே ஒன்னு சொல்றேன், பிரச்சனை இருக்கிறவனுக்கு தான் அந்த முள்ளு குத்தும் போது சம்டைம்ஸ் உனக்கு வலிக்கும். പ്രശ്നമുള്ളവർക്ക്, അതായത് ഈ മുള്ളു കുത്തുന്നവർക്ക് പലപ്പോഴും അവർക്ക് വേദനിക്കുവാൻ வரலாம், അവർക്ക് വേദനിക്കാം, சாக போகலாம், അവർക്ക് ലജ്ജ വരാം, അവർക്ക് നാണം വരാം, അവർ മരിക്കുവാനായിട്ട് തയ്യാറാകാം. எப்போதெல்லாம் அந்த முள்ளு குத்தி பலவீனப்படுகிறையோ, എപ്പോഴെല്ലാം ഈ മുള്ളിന്റെ കുത്തിനാൽ നീ ബലഹീനമാക്കപ്പെടുന്നുവോ, அப்பொழுதெல்லாம் தேவ கிருபை உன்னை தாங்கி கொண்டிருக்கிறது. അപ്പോഴെല്ലാം ദൈവത്തിന്റെ കൃപ നിന്നെ தாங்கிக்கொண்டிருக்கிறது. താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ.
ஓ இப்ப சொல்றேன், பிரச்சனை இருக்குன்னு நீ கவலைப்படாத. அந்த பிரச்சனத்தை மேற்கொள்ளக்கூடிய கிருபைய கர்த்தர் இந்த 2வது நாள் கூட்டங்களில உனக்கு தந்தருள போகிறார். ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, പ്രശ്നമുണ്ടെന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടാതെ അതിന്റെ മുകളിൽ ദൈവം ഈ 2ാമത്തെ രാത്രിയിൽ കൃപകളെ അയക്കുവാനായിട്ട് പോവുകയാണ്. சிலருடைய ஜீவிதத்தை பத்தி சொல்ல வருகிறேன். எனக்கு இது வேண்டாமா இருந்தது ஜீவிதம் நீ சிந்திச்சு இந்த ஆலயத்துக்குள்ள வந்திருக்கிற. അനേകരുടെ ജീവിതത്തെ കുറിച്ച് പറയട്ടെ, ഇതിനകത്ത് ചിലരുണ്ട്, അവർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ജീവിതം എനിക്ക് വേണ്ടായിരുന്നു. ஓ எனக்கு ஏன் இந்த வாழ்க்கைன்னு நீ இன்னைக்கு வரையும் புழுங்கி புழுங்கி நரக வேதனை அனுபவிக்கிற. ജീവിതത്തിൽ നീ ദുഃഖം അനുഭവിച്ചുകൊണ്ട് നരകവേദന അനുഭവിച്ചുകൊണ്ട് എന്തിനാണ് ഈ ജീവിതം എന്ന് ചോദിക്കാറുണ്ട്. ஆனா ஆண்டவர் சொல்லுகிறார், എന്നാൽ ദൈവം പറയുകയാണ്, ஓ அந்த முள்ளத்தா என் கிருபை உனக்கு போதும். എന്നാൽ ഈ മുള്ളു നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എന്റെ കൃപ നിനക്ക് മതി. நீ பலவீனப்படுற நேரத்துல எல்லாம், നീ ബലഹീനപ്പെടുന്ന ഈ ஓ അവസരങ്ങളിലെല്ലാം தேவ கிருபை ദൈവത്തിന്റേതായ കൃപ ஓ உன் சரீரத்தின் மேல, നിന്റെ ശരീരത്തിന്റെ ஓ മേൽ, குடும்பத்தின் மேல, കുടുംബത്തിന്റെ മേൽ, ஓ வேலையின் மேல, ജോലി ஓ കാര്യങ്ങളുടെ മേൽ வியாபரிக்கும் போது, വ്യാപരിക്കുമ്പോൾ ஓ அந்த பிரச்சனைகள் எல்லாம், പ്രശ്നങ്ങളെല്ലാം, அந்த போராட்டங்கள் எல்லாம், പോരാട്ടങ്ങളെല്ലാം ஓ மாறி போகும். മാറിപ്പോകും. கிருபை உள்ளவர்கள் எல்லாம் கரங்களை உயர்த்தி கர்த்தரை துதிப்போமாக. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. இங்க இருக்கிற நிறைய பேருக்கு கிருபை இருக்குன்னு நினைக்கிறேன். ஆமென். ഇവിടെയുള്ള എല്ലാവർക്കും കൃപ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ஆமென். ആമേൻ. நம்ம முதலாவது நம்முடைய அரகண்டை பெருமையான கண்ணை விட்டும் வெளியே வரணும். ஆமென். ഒന്നാമതായി ഈ അഹങ്കാരത്തിന്റെ കണ്ണ് വിട്ട് നമ്മൾ പുറത്തു വരേണ്ടതാണ്. இரண்டாவது நம்ம எடுத்து வாசிக்கலாம். 1 யோவான் 2வது அதிகாரம் அதனுடைய 11வது வசனம். 1 യോഹന്നാന്റെ ലേഖനം 2ാം അധ്യായത്തിൽ 11ാമത്തെ വാക്യം നമുക്ക് എടുത്ത് വായിക്കാം. 1 യോഹന്നാൻ 2ാം അധ്യായം 11ാം വാക്യം. 2ാം അധ്യായം 11ാം വാക്യം വായിച്ചാട്ടെ. സഹോദരനെ പകയ്ക്കുന്നവനോ ആ ഇരുട്ടിലിരിക്കുന്നു, ആ ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ആ ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയാൽ ആ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. மதி. 2வது நான் உங்களோடு பேசக்கூடிய கண் வந்து பிளைண்ட் ஐ, அதாவது குருட்டு கண். രണ്ടാമത് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്ന കണ്ണ് എന്ന് പറയുന്നത് ബ്ലൈൻഡ് ഐ അഥവാ കുരുട്ട് കണ്ണ്. இந்த കുരുട്ട് കണ്ണ് நிறைய பேருக்குள்ள இருக்குது. ஆமென். അനേകരുടെ ജീവിതത്തിൽ ഈ കുരുട്ട് കണ്ണിന്റെ അനുഭവമുണ്ട്. இன்னைக்கு குருட்டு கண்ணை விட்டு கர்த்தர் சிலரை எல்லாம் வெளியே வர வேண்டும் என்று சொல்லுகிறார். ഈ കുരുട്ട് കണ്ണ് വിട്ടിട്ട് അനേകരെ വെളിയിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. இன்னைக்கு இந்த குருட்டு கண் என்னதெல்லாம் செய்ய போகிறது என்று நான் உங்களுக்கு சொல்லி தர விரும்புகிறேன். ഈ കുരുട്ട് കണ്ണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നിങ്ങളോട് പറഞ്ഞു തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദിയാഗമം 13வது அதிகாரம் 10வது வசனத்தை வாசிங்க. ഉൽപ്പത്തി പുസ്തകം 13:10 വായിക്കാമോ? 13:10 ഉൽപ്പത്തി പുസ്തകം അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് തன்னுடைய കണ്ണ് കൊണ്ട് സോദോം ഗൊമോറയെ பார்க்கறான். ലോത്ത് തന്റെ കണ്ണുകൊണ്ട് സോദോം ഗൊമോറയെ കാണുകയാണ്. அந்த தோட்டம் அவனுக்கு கர்த்தருடைய தோட்டத்தை போல இருக்கிறது. ആ തോട്ടം കണ്ടപ്പോൾ അത് ദൈവത്തിന്റെ തോട്ടം പോലെ അവന് തോന്നി. இன்னைக்கு நிறைய குருட்டு கண்ணை வச்சு சிலதையெல்லாம் பார்த்தனா நல்லதா தான் தோணும். അനേകരുടെ ജീവിതത്തിൽ ഈ കുരുട്ട് കണ്ടുകൊണ്ട് നോക്കുമ്പോൾ പലതും നല്ലതായിട്ട് തോന്നും. இந்த சோதோம் கொமோராவை கர்த்தர் வெறுத்தார். എന്നാൽ സോദോം ഗൊമോറയെ ദൈവം വെറുക്കുകയുണ്ടായി. அந்த தேசத்துல பாவம் இருந்தது. ആ ദേശം മുഴുവൻ പാപം കൊണ്ട് നിറഞ്ഞിരുന്നു. ஆனால் இவன் தன்னுடைய கண்களை கொண்டு பார்த்தபோது, എന്നാൽ ഇവൻ തന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ அது கர்த்தருடைய தோட்டத்தை போல இருந்ததா, അത് ദൈവത്തിന്റെ തോട്ടം പോലെ കാണപ്പെട്ടു. நிறைய பேருடைய கண்ணு கொண்டு நீ பார்க்கிறது நல்லது போல இருக்கும், ஆனால் அது தேவன் விரும்பாத காரியமாய் மாறும். ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കണ്ണുകൾ നോക്കുമ്പോൾ ചിലത് നല്ലതെന്ന് തോന്നുമ്പോൾ അത് ദൈവത്തിന്റെ നോട്ടത്തിൽ അത് മോശമേറിയതാണെന്ന് മറന്നുപോകരുത്. കർത്തരുடைய തോട്ടത്തെ പോലെ ഇരുന്നതാം, അത് ദൈവത്തിന്റെ തോട്ടം പോലെയെന്ന് അവന് തോന്നി. ഓ நிறைய பேர் நம்முடைய ജീവിതത്തിൽ கடந்து வருவார்கள். അനേകർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീരും. பார்க்க நல்லா இருக்கும், കാണുമ്പോൾ അത് കാഴ്ചയ്ക്ക് നല്ലതായിരിക്കും. ഓ ഇത് നല്ല വഴിയാണ് വരും, ഇത് നല്ലതാണെന്ന് തോന്നും. ஆனால் ஆண்டவர் சொல்லுகிறார், ദൈവം പറയുകയാണ്, ഓ ഇത് കുരുട്ട് കണ്ണ്, ഇത് കുരുട്ട് കണ്ണാണ്. தேவன் விரும்பாத ஒன்றை
ஒன்றை ദൈവം ആഗ്രഹിക്കാത്ത ഒന്നിനെ உனக்கு நல்லதாய் தெரிந்ததானால் നിനക്ക് അത് നല്ലതായിട്ട് തോന്നിക്കുന്നു நீதான் குருட்டு கண்ணோட சபைக்குள்ள இருந்து கொண்டிருக்கிறாய். നീ ആ കുരുട്ട് കണ്ടുകൊണ്ടാണ് സഭയ്ക്കകത്തായിരിക്കുന്നത്. நிறைய பேர் தேவன் விரும்பாத காரியத்தை இஷ்டப்படுறாங்க. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. இன்னைக்கு உனக்குள்ளதான் குருட்டு கண் இருக்கிறது. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിന്റെ ഉള്ളിലാണ് ഈ കുരുട്ട് കണ്ണ് ഉണ്ടായിരിക്കുന്നത്. அந்த குருட்டு கண்ணை விட்டு நீ வெளியே வர வேண்டும். കുരുട്ട് കണ്ണ് ഉപേക്ഷിച്ച് അതിനെ വിട്ട് നീ വെളിയിൽ വരേണ്ടതാണ്. இன்னைக்கு நிறைய பேருக்குள்ள குருட்டு கண்ணு. ഇന്ന് അനേകരുടെ ജീവിതത്തില് ഈ കുരുട്ട് കണ്ണുണ്ട്. இந்த கண்ணை தான் கர்த்தர் பிடுங்கி எறிய சொல்லுகிறார். ഈ കണ്ണിനെയാണ് പിഴുതെറിയുവാനായിട്ട് കർത്താവ് പറയുന്നത്. அல்லேலூயா. ഹല്ലേലൂയ. இன்னைக்கு நல்லதுன்னு தோன்றது எல்லாம் இந்த கண்ணை வச்சு பார்த்தனா எல்லாம் நல்லதா தெரியும். ഈ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നതെല്ലാം നല്ലതായിട്ട് തന്നെ തോന്നും. ஆனா அது ஆண்டவர் சொல்லுகிறார், அது தேவன் விரும்பாத காரியங்கள். എന്നാൽ ദൈവം പറയുകയാണ് ഇത് ദൈവം ആഗ്രഹിക്കാത്തതായ കാര്യങ്ങൾ. நிறைய ஊழியத்திற்கு நான் போகிறதுனால അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ പോകുന്നത് കൊണ്ട് நிறைய ஆஃபர் வரும் ஊழியத்துல. ദൈവവേലയിൽ അനേക ഓഫറുകൾ എനിക്ക് വരാറുണ്ട്. ஆனா நான் சொல்ல வர்றேன், ചിലതെല്ലാം തടை பண்றது പിശാച് മാത്രമല്ല പരിശുദ്ധ ആത്മാവും தான். എന്നാൽ ഞാൻ പറയട്ടെ, ചിലതിനെല്ലാം തടയുന്നത് പിശാച് മാത്രമല്ല പരിശുദ്ധാത്മാവും തടയാറുണ്ട്. ஹல்லேலூயா. ഹല്ലേലൂയ. இன்னைக்கு லோத்துக்கு பார்க்கும்போது அந்த தேசம் அவ்வளவு அழகா தெரியுது. ഇന്ന് ലോത്തിനെ നോക്കുമ്പോൾ ആ ദേശം ഏറ്റവും മനോഹരമായിട്ട് തോന്നി. ஆனா நான் இன்னைக்கு ஒன்ன பார்த்து சொல்றேன், தேவன் விரும்பாத ஒன்றை உனக்கு அழகாய் தெரிந்ததானால் நீதான் குருட்டு கண்ணோட இங்கே இருந்து கொண்டிருக்கிறாய். ഞാൻ ഇന്ന് പറയട്ടെ, ദൈവം ആഗ്രഹിക്കാത്ത ഒന്ന് നിനക്കത് മനോഹരമായി തോന്നുന്നു എങ്കിൽ നിനക്ക് കുരുട്ട് കണ്ണിന്റെ അനുഭവത്തിലാണ് നീ ആയിരിക്കുന്നത്. இன்னைக்கு அதில இருந்து நீ வெளியே வா சகோதரி. സഹോദരി, നീ അതിൽ നിന്ന് പുറത്തു വാ. சகோதரா, அதில இருந்து வெளியே வா. സഹോദര, നീ അതിൽ നിന്ന് പുറത്തു വാ. ചിലതെല്ലാം நல்லதுன்னு நீ கால் வைத்த, ചില നല്ല കാര്യമാണെന്ന് നീ ஓ വിചാരിച്ചിരിക്കുന്നു. இன்று அதனால நீ கஷ்டப்படுறியே. അത് നിമിത്തമല്ലേ നീ ஓ കഷ്ടപ്പെടുന്നത്. அதில இருந்து வெளியே வர ஆவியானவர் சொல்லுகிறார், ഇന്ന് അതിൽ നിന്ന് വെളിയിൽ വരുവാൻ நீ ദൈവത്തിന്റെ அதில ആത്മാവ് கஷ்டப்படாத. ആമേൻ. நீ அதில கஷ்டப்படாத. നീ അത് നിമിത്തമായി ஓ കഷ്ടപ്പെടുന്ന அதில കാര്യമില്ല. வேதனைப்படாத. നീ അത് നിമിത്തം ஓ വേദനപ്പെടുന്ന அந்த കാര്യമില്ല. குருட்டு கண்ணை விட்டு வெளியே வா. നീ ആ കുരുട്ട് കണ്ണിന്റെ അനുഭവം ஓ വിട്ട് വെളിയിലോട്ട് പോ. வெளியே வா. நல்லதா தோணிச்சுன்னு சிலதையெல்லாம் நீ பார்த்து பார்த்து இன்று வரை இருளிலேயே இருந்து கொண்டிருக்கிறாய். ഇന്ന് ഈ വക കാര്യങ്ങളെല്ലാം നല്ലത് നല്ലത് എന്ന് തോന്നുമ്പോൾ നീ ഓർക്കുക, നീ ഇന്ന് ഇരുട്ടിന്റെ മധ്യത്തിലാണ് ആയിരിക്കുന്നത്. இன்னைக்கு சிலரை பார்த்து ஆவியானவர் சொல்ல விரும்புகிறார், ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, குருட்டு கண்ணை விட்டு வெளியே வா. നീ കുരുട്ട് കണ്ണ് വിട്ടിട്ട് വെളിയിലേക്ക് വരൂ. இந்த குருட்டு கண்ணை விட்டு வெளியே வா. നീ കുരുട്ട് കണ്ണ് വിട്ട് വെളിയിലേക്ക് വരൂ. சோதம் கொமோராவை விட்டு வெளியே வா. സോദോം ഗോമോറ വിട്ട് നീ വെളിയിലേക്ക് വരൂ. ஓ அந்த கண்ணில பார்த்தா அதெல்லாம் உன்னை குருடாக்கிரும். അതെല്ലാം നോക്കിയാൽ അത് നിന്നെ കുരുട്ട് കണ്ണാക്കി சில മാറ്റും. காரியத்தை விட்டு நீ வெளியே வந்தாயிரணும். നീ ചില കാര്യങ്ങളെ വിട്ട് വെളിയിൽ വന്നു ஓ തന്നെ நீ அதுக்குள்ளேயே இருக்காத. നീ അതിനകത്ത് തന്നെ உன் ആയിരിക്കാതെ கண்ணு ഇരുളായി മാറിரும். നിന്റെ കണ്ണ് ഇരുണ്ടു പോകാൻ உன் ഇടയായിത്തീരും. ஜீவித இருளாய் மாறிரும். ജീവിതം ഇരുളായി ஓ മാറിപ്പോകും. உன் ஊழிய இருளாய் மாறிரும். നിന്റെ ശുശ്രൂഷ ഇരുളായി മാറിപ്പോകാൻ உன் வேலை ഇടയാകും. இருளாய் മാറിரும். ആമേൻ. നിന്റെ ജീവിതം ഇരുളായി മാറിപ്പോകും. இன்னைக்கு அதுல இருந்து நீ வெளியே வந்துரு. അതിൽ നിന്ന് നീ വെളിയിലേക്ക് വരിക. கர்த்தர் உன்னை உயர்த்த ஆரம்பிப்பா. ദൈവം നിന്നെ ഉയർത്തുവാൻ പോവുകയാണ്. ஆமென். ആമേൻ. இன்னைக்கு குருட்டு கண்ணை விட்டு வெளியே வா. കുരുട്ട് കണ്ണ് വിട്ട് ഇന്ന് വെളിയിൽ വാ. இல்லாத ஒண்ண இருக்கிறதா பில்டப் பண்ணும். ആമേൻ. ഇല്ലാത്ത ഒരു കാര്യം ഉള്ളതായിട്ട് അത് തോന്നിക്കും. இந்த குருட்டு கண்ணு என்ன பண்ணிச்சு தெரியுமா? திரும்பவும் ഈ കുരുട്ട് കണ്ണ് എവിടെയാണ് വെളിപ്പെട്ടത് എന്ന് അറിയാമോ? 3வது அதிகாரம் 6வது வசனத்தை வாசிங்க. ഉൽപ്പത്തി പുസ്തകത്തില് 3-ാം അധ്യായത്തില് 6ാമത്തെ വാക്യം വായിക്കാമോ? ആ വൃക്ഷഫലം ஆ, തിന്മാൻ നല്ലതും ஆ, കാണുവാൻ ഭംഗിയുള്ളതും வாவ். ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. ஆ, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. ஆ, அதந்த கனியை ஏவாள் என்ன செய்யறா? பாக்குறா. ആ ഫലത്തെ ഹവ്വ എന്ത് ചെയ്യുന്നു? നോക്കുന്നു. அது பார்க்கும்போது சூப்பரா இருக்குது. അത് കാണുന്ന അവസരത്തില് അത് നല്ല സൂപ്പർ ആയിട്ട് കാണുന്നു. டேஸ்டுக்கு சூப்பரா இருக்கும். അത് ടേസ്റ്റിന് അത് നല്ലതായിരിക്കും, സൂപ്പർ ആയിരിക്കും. இத பிசாசு சொல்றான், இத தின்ன உன் கண்ணு திறக்கப்படும். അപ്പോൾ അതിന്റെ കൂടെ പിശാച് പറയുകയും ചെയ്യുന്നു, ഇത് തിന്നാൽ നിന്റെ കണ്ണുകളും തുറക്കുമെന്ന്. அவனுக்கு திறந்தது ஆத்மீக கண்ணல்ல, குருட்டு கண்ணு. എന്നാൽ അത് അവൾക്ക് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആത്മീക കണ്ണിന്റെ വിഷയമല്ല, അത് കുരുട്ട് കണ്ണിന്റെ വിഷയമാണ്. இன்னைக்கு நிறைய பேருக்கு என்ன தெரியுமா? அழகா இருக்கிறத பார்த்து ஓடிடுவான்.
ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഭംഗിയുള്ളതിനെ നോക്കി ഓടും. இந்த கல்யாண குறியில எல்லாம் பார்த்தீங்கன்னா കല്യാണക്കുറികള് ഈ കാര്യം യഹോവയാൽ சொல்லுங்கங்க പാസ്റ്റർ சொல்லுங்க അതെ. കല്യാണക്കുറിയിലൊക്കെ എഴുതപ്പെടുന്നുണ്ട് ഈ കാര്യം യഹോവയാൽ നടക്കും. ഇത് അങ്ക ദൈവത്തിന്റെ ഹിതം നിറവേറുന്നതിനാല വചനം വന്നത്. അത് ദൈവത്തിന്റെ ഹിതമായതുകൊണ്ടാണ് വചനത്തിൽ വന്നിരിക്കുന്നത്. വന്നത്. இன்னைக்கு நிறைய பேர் என்ன பண்றான்னு தெரியுமா? சொல்லுங்க பாஸ்டர் അതെ. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? പൊണ്ണ് பார்த்தது ഇവൻ, പെണ്ണ് കണ്ടത് ഇവൻ, സ്ത്രീധനം കേട്ടത് ഇവൻ, സ്ത്രീധനം ചോദിച്ചത് ഇവൻ തന്നെ. எல்லாத்தையும் ഇവൻ செஞ்சிட்டு എല്ലാ കാര്യങ്ങളും ഇവൻ ചെയ്തിട്ട് കല്യാണക്കുറിയില പോട്ടത് ഈ കാര്യം യഹോവയാൽ വന്നത്. കല്യാണക്കുറിയിൽ മാത്രം എഴുതി വെച്ചേക്കും ഈ കാര്യം യഹോവയാൽ വന്നത്. இதுதாங்க കുരുട്ട് കണ്ണ്. ഇതാണ് കുരുട്ട് കണ്ണ്. നല്ല പാക്ക സൂപ്പറാ இருக்கும். കാണുമ്പോൾ ഏറ്റവും സൂപ്പർ ആയിരിക്കും. അത് അവൻ കൂടെ வாழ்ந்தா நல்லா இருக்கும்னு உனக்கு தோணும். അവന്റെ കൂടെ ജീവിച്ചാൽ ഏറ്റവും നന്നായിരിക്കുമെന്ന് തോന്നും. നീ ഇല്ലാട്ടി ഉൻ കയ്യെ കിളിച്ചുപാന്ന് சொல்லுவான். നീ ഇല്ലെങ്കിൽ എന്റെ കൈ ഞാൻ വെട്ടി എറിഞ്ഞു കളയുമെന്ന് പറയും. തൂക്കല തൊങ്ങുവാന്ന് சொல்லுவான். തൂങ്ങി മരിച്ചു കളയുമെന്ന് പറയും. സഹോദരിയെ அந்த കുരുട്ട് കണ്ണില മാട്ടാതെ. സഹോദരി ആ കുരുട്ട് കണ്ണിനകത്ത് നീ അകപ്പെടാതെ. அந்த കുരുട്ട് കണ്ണെ പിടുങ്ങി എറിഞ്ഞു വാ. ദേവൻ ഉനക്ക് മനോഹരമായ ജീവിതത്തെ ഒരുക്കിയിരിക്കുകയാർ. ആമേൻ. സഹോദരിയെ ആ കുരുട്ട് കണ്ണ് വെളിയിൽ വിട്ടിട്ട് നീ വെളിയിലോട്ട് വാ. ദൈവം നിനക്ക് വേണ്ടി ഏറ്റവും മനോഹരമായ ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. இன்னைக்கு சர்ச்சுக்கு வரும்போது நிறைய பேருக்கு பேஷன் பிரைடுக்கு போறாங்க. ഇന്ന് ചർച്ചിലേക്ക് വരുമ്പോൾ അനേകർ നോക്കിയാൽ അനേകർ ഫാഷൻ പരേഡിന് പോകുന്നത് പോലെയാണ് കാണുന്നത്. ഇങ്ങ ഇരുന്ന് എറണാകുളത്തേക്ക് ഒരു റോഡ്, ഇവിടെ നിന്നും എറണാകുളത്തേക്ക് ഒരു റോഡ്, ഇങ്ങ ഇരുന്ന് മാവേലിക്കരയ്ക്ക് ഒരു റോഡ്, ഇവിടെ നിന്ന് മാവേലിക്കരയ്ക്ക് ഒരു റോഡ്, ഇടയ്ക്ക് ബൈപ്പാസ്, അതിനിടയ്ക്ക് ബൈപ്പാസും ഉണ്ട്. ഇത് എന്നാത്തിന്, ഇത് എതുക്ക് ചർച്ചയ്ക്ക് വരുന്നേ தெரியாது. എന്തിനാണ് ആലയത്തിലേക്ക് ഈ വിധം വരുന്നത് എന്ന് അറിഞ്ഞുകൂടാ. இந்த ஆம்பளை பிள்ளைங்க ரொம்ப மோசம். ആമ്പിള്ളേരും അത്ര നല്ലതല്ല. ஏன்னா ஸ்பைக்கா என்னது സ്പൈക്ക് എന്ന് പറയുന്ന ബാബേൽ ഗോപുരം, ബാബേൽ ഗോപുരം പോലെ என்னது ஸ்பைக்கு ചോദിക്കുമ്പോൾ അത് സ്പൈക്ക് എന്ന് പറയും. ஸ்பைக்கை வச்சுட்டு வந்துகிட்டு இருக்கிறான் இப்படி சர்ச்சுக்குள்ள. ஆமென். ചർച്ചിലേക്ക് ഇങ്ങനെ സ്പൈക്ക് ഒക്കെ വെച്ചോണ്ട് വരാറുണ്ട്. அந்த பாஸ்டர் கார் கொண்டு வராதனால ஒரு நாள் வெள்ளை சட்டையை போட்டுட்டு பஸ்ல ஏறிக்கிட்டு இருந்தேன். ஒரு நாள் மீட்டிங்காக வெள்ளை ஷர்ட்டை போட்டுட்டு பஸ்ல போயிட்டு இருந்தேன். ഒരു പ്രാവശ്യം പാസ്റ്റർ എനിക്ക് കാർ അയക്കാത്തത് കൊണ്ട് ഞാൻ വെള്ള ഷർട്ട് ഇട്ടിട്ട് ഞാൻ ബസ്സിൽ പോകേണ്ടതായിട്ട് വന്നു. பஸ்ல போயிட்டு இருக்கும்போது பஸ் டிரைவருக்கு என்ன പറ്റിച്ചോ ബ്രേക്ക് അടിച്ചിട്ടാൻ. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടേണ്ടതായിട്ട് വന്നു ഡ്രൈവർ. நான் அங்க நின்ன ஒரு பொண்ணு வந்து என் மேல வந்து மோதிட்டு. ആമേൻ. ദൂരെ നിന്നായി ഒരു പെൺകുട്ടി വന്ന് എന്റെ മേൽ വന്ന് വീഴാനിടയായി. பார்த்துட்டு நான் இதை கவனிக்கல. நான் சர்ச்சில் பிரசங்கம் பண்ண போனா அந்த பாஸ்டர் എവിടെ പോയിട്ട് വരുവാன்னு കേൾക്കുறாரு. ഞാൻ അവിടെ പ്രസംഗിക്കേണ്ട പോയ അവസരത്തിൽ പാസ്റ്ററിനോട് ചോദിക്കുകയാണ്, എൻ്റെ ഈ വേഷം ഇങ്ങനെ മുഷിഞ്ഞത് കൊണ്ട് എവിടെ പോയിട്ട് വരികയാണെന്ന് പാസ്റ്റർ ചോദിച്ചു. என்னன்னு பார்த்தா அந்த பொண்ணோடைய சுண்ணாம்பெல்லாம் என் மேல என்னது லிப்டிக்கு. നോക്കിയപ്പോൾ ആ പെൺകുട്ടിയുടെ ചുടിയിൽ പെരട്ടിയിരുന്ന ലിപ്സ്റ്റിക് എല്ലാം എന്റെ ഷർട്ടിൽ പറ്റുവാനിടയായി തീർന്നു. അതാണ് இன்னைக்கு போட்டு தேய்க்கிறது போட்டு എന്ന് ഇതുപോലെ വെച്ച് തേച്ച് വിടുകയാണ്. ചിലരെല്ലാം ஐப்ரோ என்னது என்ன ப்ரோ இயேசுவின் நாமத்தில் இல்லாத போட்டது. ആമേൻ. இப்ப வரைக்கியல்ல பறக்கியா ஐப்ரோ. എന്നിട്ട് ഒന്ന് പാസ്റ്ററെ സ്തോത്രം. ആമേൻ. പാസ്റ്റർ സ്തോത്രം പറയും, ദൈവം ഒന്നും പറയത്തില്ലെന്ന്. ആമേൻ. ആമേൻ. ഇന്ന് நிறைய பசங்களை பார்ப்பேன். അനേക പയ്യന്മാരെ ബോയ്സിനെ കാണാറുണ്ട്. ഉള്ള പോട്ടതെല്ലാം വെളിയെ പോട്ടലയുവാൻ. അത് അകത്തിടുന്നതെല്ലാം വെളിയിലിട്ടുകൊണ്ട് നടക്കുന്നതായി കാണുന്നു. അത് ചോദിക്കുമ്പോൾ ഫാഷനാണെന്നാണ് പറയുന്നത്. இன்னைக்கு சபைக்குள்ள இப்படிப்பட்ட குருட்டு கண்ணை விட்டு வெளியே வரணும். സഭയ്ക്കകത്തു നിന്നും ഇങ്ങനെയുള്ള കുരുട്ട് കണ്ണുകളെ വിട്ട് വെളിയിൽ വരേണ്ടതാണ്. அன்னைக்கு நான் இப்படிதான் திரும்பவும் பஸ்ல போயிட்டு இருந்தேன். വീണ്ടും ഞാൻ ബസ്സിൽ പോവുകയുണ്ടായി. அப்ப ரெண்டு சகோதரிகள் பேசிக்கிட்டு இருக்காங்க. രണ്ട് സഹോദരിമാര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എടീ നിന്റെ വീട്ടിൽ എന്നാ പ്രശ്നമാണോ ഡീന്ന്. എന്താണ് നിന്റെ വീട്ടില് പ്രശ്നം ആണോ എന്ന് ചോദിച്ചു. நான் தமிழ்லயே பேசுறது நல்லது. என்ன உங்க வீட்டுல கஷ்டமானு கேக்குறாங்க. നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിച്ചു. എന്നാടി അവനെ അടിച്ചോന്ന് ചോദിച്ചു. എന്താ അവിടെ വീട്ടിൽ അടി നടന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പാവപ്പെട്ടവൻ தானே, அதனால போய் സുവിശേഷം சொல்லலாம்னு ബസ് സ്റ്റാൻഡ് വിട്ട് ഇറങ്ങുന്നേ. അപ്പോൾ ഞാൻ ഒരു സുവിശേഷം പറഞ്ഞേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി. ബസ് വിട്ട് ഇറങ്ങണോன்னா அதுக்கப்புறம் என்னாச்சுன்னு கேட்டேன். അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. அதுக்குள்ள தொடரும்னு போட்டானா. தொடரும்னு போட்டானா அதுக்கு எப்படி தமிழ்ல சொல்றது. ரெண்டு பேரும் பேசிட்டு வந்த காரியம் சீரியலை பத்தி.
അത് നാളെ തുടരുമെന്ന് சொன்னா ഓ ഓക്കെ 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 രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നത് സീരിയലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അത് നാളെ തുടരുമെന്നാണ് അവര് ഈ സംഭാഷണ മധ്യ പറഞ്ഞത്. ഞാൻ இதுக்கு വേണ്ടി இவ்வளோ ஃபீல் பண்ணி அதுக்கு சுவிசேஷம் வேற சொல்ல போயிருக்கிறேன். അതിനെയാണ് ഞാൻ സുവിശേഷം എന്ന് ഞാൻ പറഞ്ഞത്. இன்னைக்கு நான் உங்களை பார்த்து நான் சொல்ல விரும்புகிறேன், நிறைய பேர் சபைக்குள்ள குருட்டு கண்ணோட இருக்கிறாங்க. ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കട്ടെ, ഇന്ന് അനേകരെ കുരുട്ട് കണ്ണുകളുമായിട്ടാണ് ഇരിക്കുന്നത്. இன்னைக்கு நான் உங்களை பார்த்து சொல்றேன், இந்த குருட்டு கண்ணை விட்டு நீ வெளியே வர வேண்டியது அவசியம். ഇന്ന് അനേകരെ നോക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, കുരുട്ട് കണ്ണ് വിട്ട് വെളിയിൽ വരേണ്ടതാണ്. நீ யாரா இருந்தாலும் எனக்கு பிரச்சனை இல்லை, ആരാണെങ്കിലും കുഴപ്പമില്ല. இன்னைக்கு இந்த குருட்டு கண்ணால பார்த்ததுனால உன் ஜீவிதம் பாழாയി போயிட்டு. ഇന്ന് ഈ കുരുട്ട് കണ്ണുകൊണ്ട് നോക്കിയത് കൊണ്ടാണ് നിന്റെ ജീവിതം പാഴായി പോയിരിക്കുന്നത്. കീബോർഡ് വാസിക്കുന്നത് ഗിറ്റാർ വാസിക്കുന്നത് നല്ലത്. കീബോർഡ് വായിക്കുന്നതും ഗിറ്റാർ വായിക്കുന്നതും എല്ലാം നല്ലതാണ്. സൂപ്പറാ പാടുനീங்க, ரொம்ப നന്ദി. ഉങ്ങളെ மாதிரி உள்ளவங்கள கர்த்தர் കേരളാവിൽ വെച്ചിരിக்கிறதுக்காக. നല്ലതായിട്ട് സഹോദരി പാടുകയുണ്ടായി, വലിയ നന്ദി. നിങ്ങളെ പോലുള്ളവരെ കർത്താവ് കേരളത്തിൽ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ സന്തോഷം. പായ് വിരിച്ചവനെ நிறைய പേർക്ക് കണ്ണു தெரியாது സഭയിലെ. പായ് വിരിച്ചിട്ട് இருக்கവനെ நிறைய പേർക്ക് കണ്ണു தெரியாது സഭയിലെ. പായ് വിരിക്കുന്നവർക്ക് തന്നെ ഇന്ന് അനേകർക്ക് വേണ്ട വിധത്തിൽ കാഴ്ചകളില്ല. நிறைய പേർക്ക് അവനെ കണ്ണു தெரியாது, അനേകർക്ക് കണ്ണുകൾ വ്യക്തമല്ല. സാമുവേലെ ആർക്കും കണ്ണു தெரியல ചർച്ചിലെ. സമൂഹലിനെ ചർച്ചിലുള്ള പലരും കണ്ടില്ല. ஆனா நிறைய பேருக்கு கண்ணு தெரிஞ்சது யாரை தெரியுமா? ஒப்னியும் பினகாசியும். ഇന്ന് അനേകരുടെ കണ്ണുകൾക്ക് കാണാൻ ഇടയാത്തിരുന്നത് ഒപ്നിയെയും സിനഹാസിനെയും മനസ്സിലാക്കാൻ ഇടയാത്തിരുന്നത്. സഭയിലെ ഒപ്നി പിനകാസ தான் பார்க்கறானே தவிர சாமுவேலை யாரும் தேடல. ഇന്ന് അനേകർ സഭയ്ക്കകത്ത് ഇത് ഒപ്നിയെയും ഫിനഹാസിനെയും കാണുന്നതല്ലാതെ സാമുവേലിനെ ആരും കാണുവാൻ ഇടവരുന്നില്ല. யாரும் பார்க்காட்டிலும் என் கர்த்தர் சாமுவேலை பார்த்தாருங்க. ആരും കണ്ടില്ലെങ്കിലും സാമുവേലിനെ ദൈവം കാണുകയുണ്ടായി. இந்த சாமுவேலை தான் கொண்டு அவனுடைய பாவத்தை கர்த்தர் ഉണർത്തിനാർ. അതേ സാമുവേലിനെ കൊണ്ടാണ് അവരുടെ പാപങ്ങളെ കാണിക്കുവാൻ വെളിപ്പെടുത്തുവാൻ ഇടയായിരുന്നത്. സഭയിലെ தேவையில்ல. ഒപ്നിയും ഫിനഹാസും സഭയിൽ ആവശ്യമില്ല. இங்க எத்தனை சாமுவேல் இருக்கீங்க? എത്ര സാമുവേൽമാരുണ്ട്? சாமுவேல் உள்ளவங்க எல்லாம் நல்ல கரங்களை தட்டி கர்த்தருக்கு மகிமையை செலுத்துங்களேன். സാമുവേൽ ഉള്ളവരെല്ലാം കരങ്ങളെ തട്ടി കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. இன்னைக்கு சாமுவேல் நிறைய முறை உங்ககிட்ட ஒரு சிந்தையை சொல்ல வருகிறேன். சாமுவேலை கர்த்தர் எத்தனை தடவை கூப்பிட்டாரு? നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ശമൂവേലിനെ ദൈവം എത്ര പ്രാവശ്യമാണ് വിളിച്ചത്? எத்தனை? 3 പ്രാവശ്യം கூப்பிட்டாரு. இவனுக்கு சபைக்குள்ளேயே தான் நிறைய பேர் இருப்பான். சொல்லுங்க பாஸ்டர். സഭയ്ക്കകത്ത് അനേകം പേരുണ്ട്. ஆனா தேவன் பலமுறை உன்னை கூப்பிட்டாலும் உனக்கு கேட்க மனசு இல்ல. പല പ്രാവശ്യം ദൈവം വിളിച്ചാലും അവർക്കൊന്ന് കേൾക്കാൻ മനസ്സില്ല. எங்க இருக்கிற? சபைக்குள்ள இருக்கிற. എവിടെയാണ് ആയിരിക്കുന്നത്? സഭയ്ക്ക് അകത്താണ്. സഭയ്ക്കുള്ള ഇരുന്നിട്ട് സാമുവേലേന്ന് കൂപ്പിട്ടാ അവനക്ക് കേൾக்கிறதுக்கு முடியல. സഭയ്ക്ക് അകത്തുണ്ട് എങ്കിലും വിളിക്കുന്ന അവസരത്തിൽ അവർക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ല. ஆனா இன்னைக்கு நான் சொல்ல வர்றேன், ஒரு நாள் அந்த சாமுவேல் கர்த்தருடைய சத்தத்தை கேட்க ஆரம்பிச்சான். എന്നാൽ ഒരു ദിവസം ശമൂവേൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായിത്തീർന്നു. தேவன் அவனை உயர்த்த ஆரம்பிச்சிட்டார். ദൈവം അവനെ ഉയർത്തുവാൻ ആരംഭിച്ചു. കുരുട്ട് കണ്ണ വിട്ടിട്ട് കുരുട്ട് കണ്ണിനെ ഉപേക്ഷിച്ചു யாரெல்லாம் தேவனுடைய சத்தத்தை கேட்க ஆரம்பிக்கிறீங்களோ, ആരൊക്കെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ தேவன் இந்த இரண்டாவது நாள் உன்னை பார்த்து தீர்க்க தரிசனமா சொல்லுகிறார். ഈ കൺവെൻഷന്റെ രാത്രി നിന്നെ നോക്കിക്കൊണ്ട് പ്രവചനമായിട്ട് ഞാൻ പറയട്ടെ, നീ ചിന്ന വേല ചെയ്തു കൊണ്ടിരുന്നാലോ, ഒരു ചെറിയ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഉന്നെ யாருக்கும் உன்னை பார்க்காட்டிலோ, നിന്നെ ആരും കണ്ടില്ല എന്ന് അടിത്തട്ടിലിരുന്ന് ദേവൻ ഉന്നെ ഉയർത്ത, ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തുവதற்கு നേരമായി വിട്ടതേ. ദൈവം നിന്നെ ഉയർത്തുവാൻ സമയമായിരിക്കുന്നു. இந்த കുരുട്ട് കണ്ണ വിട്ട് നീ വെളിയെ വരണം. എന്നാൽ കുരുട്ട് കണ്ണ് ഉപേക്ഷിച്ച് നീ വെളിയിൽ വരേണ്ടതാണ്. അപ്പോസ്തലനാകിയ പൗൽ, വിശുദ്ധ പൗലോസ്, പൗലെ പറ്റി പഠിക്കുമ്പോൾ പൗൽ സഭയെ തുன்பപ്പെടുത്തിനവൻ. പൗലോസിനെ ശൗലിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ സഭയെ ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ്. നിറയെ ക്രിസ്തുവങ്ങളാലേ അവനക്ക് പിടിക്കാതെ, ക്രൈസ്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കത്തില്ല. ഇപ്പടിപ്പെട്ട സൂழ்நிலையில അവനെ തമസ്കുവിൽ വെച്ച് കർത്തർ പിടിക്கிறார். എന്നാൽ ദമസ്കോസിൽ വെച്ച് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവനെ കർത്താവ് പിടിക്കുകയാണ്. പിടിക്കുമ്പോൾ നീ അനനിയ വീട്ടിക്ക് പോന്ന് சொல்றார். പിടിച്ചതിന് ശേഷം പറയുകയാണ്, നീ അനന്യാസിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. அப்பொழுது அவன் ஜெபம் பண்ணும்போது அவனுடைய கண்ணில இருந்து என்ன விழுந்துச்சு? ചെതുമ്പൽ, മീൻ ചെതിൽ വിழுந்தது. പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെതുമ്പൽ പോലെ അവന്റെ കണ്ണിൽ നിന്ന് വീഴുകയുണ്ടായി. இன்னைக்கு நிறைய பேருடைய கண்ணுக்குள்ள மீன் செதில் இருக்குது. ഇന്ന് അനേകരുടെ കണ്ണിനകത്ത് ഈ ചെതുമ്പലാണ്. இந்த செதில் மாறிட்டுனா,
இந்த செதில நீ எடுத்து மாற்றிட்டேனா சபையில உடைச்சுக்கிட்டு இருந்த பவுல சபையை கற்ற பவுலா கர்த்தர் മാറ്റിட்டாருங்க. ഈ ചെതുമ്പൽ നിന്റെ കണ്ണിൽ നിന്ന് വീണ നീ മനസ്സിലാക്കുക. ചെതുമ്പൽ വീണപ്പോഴാണ് ആ സഭയെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ശൗലിനെ ദൈവം മറ്റൊരു തരത്തിലേക്ക് ഉയർത്തുവാനിടയായി തീർന്നത്. இன்னைக்கு நிறைய கண்ணில இருந்து மீன் செதில் ஒழுக வேண்டும். അനേകരുടെ കണ്ണിൽ നിന്നും ഈ ചെതുമ്പൽ താഴെ വീഴേണ്ടതായിട്ടുണ്ട്. യേശുവെ துன்பப்படுத்தி கொண்டிருக்கிறாய். യേശുവിനെ മുറിവേൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ஓ பாவத்தை செய்யாதன்னு சொல்றாரு. പാപത്തെ ചെയ്യരുതെന്ന് പറയുന്നു. திரும்ப திரும்ப அதிலேயே செய்துகிட்டு இருக்கிற. പിന്നെയും അത് തന്നെ ஓ ചെയ്തുകൊണ്ടിരിക്കുന്നു. இன்னைக்கு உன் கண்ணில இருந்து കണ്ണിൽ നിന്നും ஓ மீன் செதில் வெளியே வரட்டும் இயேசுவின் நாமத்தில். ചെതുമ്പലെല്ലാം ഇന്ന് യേശുവിന്റെ ஓ നാമത്തിൽ சிலருடைய சரீரத்தின் மேல ചിലരുടെ ശരീരത്തിന്മേൽ இந்த நேரத்துல സമയത്ത് தேவ சக்தி ദൈവശക്തിയുടെ ஓ பலமா வியாபரிக்கிறது. ബലമായി ஓ വ്യാപരിക്കുന്നു. கண்ணில இருந்து നിന്റെ കണ്ണിൽ നിന്ന് ஓ மீன் செதில் ചെതുമ്പല് ஓ வெளியே வரட்டும். வரട്ടെ. வெளியே வருவதாக வெளியே வரട്ടെ. ஆண்டவரை பார்க்க விடாதபடி ദൈവത്തെ தேவ കാണാതിരിക്കുന്ന சத்தத்தை கேட்க விடாதபடி ദൈവ ശബ്ദം ஓ കേൾക്കാതിരിക്കുന്ന இருக்கிற மீன் செதிலே ഈ ചെതുമ്പലുകൾ வெளியே வா. വെളിയിൽ വാ നീ. வெளியே வா. വെളിയിൽ വാ. Come out. വെളിയിൽ വാ. വെളിയിൽ come out. Man. மீன் செதில இருந்து வெளியே வா. ഈ ചെതുമ്പലിന്റെ അനുഭവത്തിൽ വെളിയിൽ വാ. வெளியே வந்தே ஆகணும். വെളിയിൽ വന്നു തന്നെ ആകണം. வெளியே வந்தே ஆகணும். വെളിയിൽ തീർച്ചയായും വന്നേ പറ്റൂ. இன்னைக்கு மீன் செதில் இருக்கறனால தான் இயேசுவை நிறைய பேர் துக்கப்படுத்திக்கிட்டு இருக்கிறான். ഇന്ന് ഈ ചെതുമ്പലിന്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇന്ന് അനേകർ യേശുവിനെ വേദനിപ്പിക്കുന്നവരായിട്ട് കാണപ്പെടുന്നത്. எல்லாரும் சொல்லுவாங்க எம்எல்ஏ பக்கம் கவர்மெண்ட்னு. അനേകർ പറയാറുണ്ട് എംഎൽഎയുടെ കൂടെയാണ് ഗവൺമെന്റ് എന്ന്. ஆனா நான் திருப்பி ஒன்னு சொல்லுவேன், கவர்மெண்டே அவன் பக்கம்னா அந்த கவர்மெண்ட்டை நடத்துற ஆண்டவர் ஏன் பக்கம்னு. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഗവൺമെന്റ് അവന്റെ പക്ഷമാണെങ്കിലും ആ ഗവൺമെന്റിനെ നടത്തുന്ന ദൈവം എന്റെ പക്ഷമാണ്. அல்லேலூயா ഹല്ലേലൂയ அல்லேலூயா ഹല്ലേലൂയ. நான் உங்களை பார்த்து சொல்றேன், இந்த குருட்டு கண்ணில இருந்து வெளியே வரணும். ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ഈ കുരുട്ട് കണ്ണിൽ നിന്നും നിങ്ങൾ കണ്ണു വിട്ട് നിങ്ങൾ വെളിയിൽ വരേണ്ടതാണ്. என்கிட்ட ஒரு 100 ரூபாய் இருக்குது, தெரியுதா? എന്റെ കയ്യിൽ ഒരു 100 രൂപ പിടിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? எல்லாருக்கும் தெரியுதாங்க? മനസ്സിലാവുന്നുണ്ടോ? ഇത് எல்லாருக்கும் தெரியுதா? കാണുന്നുണ്ടോ? குருட்டு கண்ணில நல்ல கண்ணில பார்க்கணும். കണ്ണു തുറന്നു നോക്കി നല്ല കണ്ണുള്ളവർ നോക്കിക്കേ. தெரியுதா? 100 ரூபாய் இது யாருக்கு வேணும்? ഇത് ആർക്കെങ്കിലും വേണോ? 100 രൂപ யாருக்கெങ്കിലും வேணுமா? ആർക്കെങ്കിലും വേണോ? உங்களுக்கு நிறைய காசு இருக்கு போல, யாருக்கும் வேண்டான்னு. എല്ലാവരും വലിയ പണക്കാരാണെന്ന് തോന്നുന്നു. ആർക്കും കാശ് വേണ്ടെന്നാണ് തോന്നുന്നത്. ഹൃദയത്തിൽ എനിക്ക് തന്നാ കൊള്ളാമെന്ന് നിറയെ പേർ ചിന്തിച്ചിട്ട് இருக்காங்க. എന്നാൽ ഇത് ഹൃദയത്തിൽ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന്. சரி, இந்த 100 ரூபாய் இருக்குது, இந்த 100 ரூபாவை நான் இப்படி கசக்குறேன். ഈ 100 രൂപ ഞാൻ ഇങ്ങനെ പിടിച്ച് ഞാൻ ഇങ്ങനെ കസക്കുകയാണ്. திரும்ப உங்களை பார்த்து கேட்குறேன், இந்த 100 ரூபாய் யாருக்கு வேணும்னு. ഇത് ഇങ്ങനെ കസക്കിന് ശേഷം വീണ്ടും ഞാൻ ചോദിക്കുന്നു, ഇത് 100 രൂപ ആർക്കെങ്കിലും വേണമെന്ന്. நீங்க என்ன சொல்லுவீங்க? അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? நல்லவங்க மாதிரி பார்க்குறீங்க பாருங்க. இது யாருக்கு வேணும்னு கேட்டால் நீங்கள் எல்லாம் என்ன சொல்லுவீங்க? ഇത് ആർക്ക് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാം എന്ത് പറയും? எனக்கு வேணும்னு சொல்லுவீங்க. എനിക്കത് വേണം എന്ന് പറയും. நான் திரும்ப நோட்டை மதிக்கணும், ஆனால் நான் செய்கிறேன். இதை நான் இப்படி போட்டு காலுக்கு கீழே போட்டு மிதிச்சுட்டு உங்களை பார்த்து கேட்குறேன், இது யாருக்கு வேணும்னு. ഈ നോട്ടിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഉദാഹരണത്തിനായിട്ട് പറയട്ടെ, ഇത് ഞാൻ കാലിലിട്ട് ചവിട്ടിയതിന് ശേഷം നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ് വേണോ എന്ന്. நீங்க எல்லாரும் என்ன சொல்லுவீங்க? നിങ്ങളെല്ലാം എന്ത് പറയും? வேணும்னு சொல்லுவீங்க. വേണം എന്ന് പറയും. நான் திரும்ப பூ பூன்னு துப்பிட்டு വീണ്ടും போட்டுட்டு உங்களை பார்த்து கேட்குறேன், ഇത് யாருக்கு வேணும்னு கேட்குறேன். ഞാൻ അതിന് എൻ്റെ തുപ്പല് തെറിപ്പിച്ചതിന് ശേഷം ചോദിക്കുന്നു ഇത് വേണോ എന്ന് ചോദിക്കുമ്പോൾ ചിലരെല്ലാം இருக்கீங்க വേണ്ടാന്ന് சொல்றாங்க. ചിലരെല്ലാം വേണ്ടെന്ന് പറയും. ചിലര് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എടുത്തിട്ട് ഒറ്റ പോക്കാ. ചിലര് വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ എടുത്തോണ്ട് പോകും. நான் இதை சிரிக்கிறதுக்கு சொல்லல, ഇത് ചിരിക്കുന്നതിന് വേണ്ടി പറഞ്ഞതല്ല, ചിന്തിக்கிறதுக்காக சொல்றேன். ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. இதை நான் കസക്കുനேன். അത് ഞാൻ ഇങ്ങനെ അത് ഇങ്ങനെ കസക്കി நான் காரி காரி துப்புனேன். ഞാൻ അതിൽ കറക്കിച്ച് തുപ്പി. நான் காலுக்கு கீழே போட்டு மிதிச்சேன். കാലിൽ അടിയിലിട്ട് ചവിട്ടി. நான் 3 தடவை மிதிச்ச போதும் துப்புன போதும் உங்க வாயிலிருந்து வந்த பதில் இது எனக்கு வேணும்னு. ഇതെല്ലാം ഞാൻ ചെയ്തെങ്കിലും നിങ്ങളുടെ വായിൽ നിന്ന് വന്ന മറുപടി എനിക്കത് കിട്ടിയാൽ കൊള്ളാം, വേണമെന്നാണ്. இதை நான் கசக்கும் போதும் காலுக்கு கீழே போட்டு மிதிக்கும் போதும் காரி காரி துப்பும் போதும் இந்த நோட்டோட விலை இன்னைக்கு என்னைக்கும் மாறல. ഇത് ഞാൻ എന്തൊക്കെ ചെയ്താലും ഇത് തുപ്പിയാലും ചവിട്ടിയാലും ഇങ്ങനെ പിടിച്ച് എല്ലാം കസക്കിയാലും എല്ലാം ഈ നോട്ടിന്റെ വിലയായിട്ട് തന്നെ നിൽക്കും, വില മാറുന്നില്ല. ഇതേ മാതിരി ചില വിശ്വാസികളുടെ ജീവിതത്തില് ഇതുപോലെയാണ് അനേകരുടെ വിശ്വാസിയുടെ ജീവിതത്തിൽ. നിറയെ പേർ കസക്കലാം, അനേകരെ പിടിച്ച് ഇതുപോലെ കസക്കാറുണ്ട്. കാലുകളെ പോട്ട് മിതിക്കലാം, കാലിലാത്തിട്ട് മിതിച്ചേക്കാം, കാരി കാരി തുപ്പലാം, തുപ്പിയേക്കാം. ഉന്നോടിയ വില, നിന്റെ വില ഇന്നയ്ക്കും എന്നയ്ക്കും മാറാത്തത്, അന്നും ഇന്നും മാറാത്തതാണ്.
அல்லேலூயா. ഹല്ലേലൂയ. எல்லாரும் சொல்லுவாங்க பிரசங்கத்துல யோசேப்பை கொண்டு குழியில போட்டாங்கன்னு. സാധാരണ പ്രസംഗത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ജോസഫിനെ കൊണ്ടുപോയി കുഴിയിലിട്ട് കളഞ്ഞു എന്ന്. ஆனா நான் இன்னைக்கு உங்களை பார்த்து சொல்ல வர்றது என்னன்னா, എന്നാൽ ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടെന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, உங்களுக்கு எல்லாரும் யோசேப்பை குழியில போட்டது தான் தெரியும். നിങ്ങൾക്ക് എല്ലാവർക്കും ജോസഫിനെ കുഴിയിലിട്ടത് തന്നെ അറിയത്തുള്ളൂ. ஆனா நான் இன்னைக்கு உங்களை பார்த்து சொல்றேன், அது குழி அல்ல, தேவன் அவனுக்காக வச்ச வழி அது. എന്നാൽ ഞാനത് നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, അത് കുഴിയല്ല, ദൈവം അവന് വേണ്ടി ഒരുക്കിയതായ വഴിയായിരുന്നു. இன்னைக்கு நிறைய பேர் உன்னை குழியில போட்டான்னு கவலைப்படாத. അനേകര് എന്നെ ഞാൻ കുഴിയിലാണല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടാതെ. ஓ, அநேகர் உன்னை வெறுத்துட்டாங்கன்னு கவலைப்படாத. അനേകർ നിന്നെ വെറുത്ത് കളഞ്ഞെന്ന് ഓർത്ത് നീ ഭാരപ്പെടാതെ. ஓ, எனக்கு எல்லாம் குழியாய் மாறுகிறதுன்னு கவலைப்படாத. ജീവിതത്തിൽ എല്ലാം കുഴിയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് നീ ഭാരപ്പെടാതെ. சிலரோடு பரிசுத்த ஆவியானவர் சொல்ல விரும்புகிறார். ചിലരോട് പരിശുദ്ധാത്മാവ് പറയുവാൻ ஓ, ആഗ്രഹിക്കുകയാണ്. இந்த 2018 2018 വർഷത്തില്, ஓ, இந்த மார்ச் இந்த பிப்ரவரி மாசத்துல ഫെബ്രുവരി മാസത്തില് சிலருடைய குழியெல்லாம் ചിലരുടെ ജീവിതത്തിന്റെ കുഴി வழியாய் மாற போகிறது. വഴിയായി മാറുവാൻ, ஓ, உன்னுடைய குழியெல்லாம் வழியாய் மாற போகிறது. കുഴികളെല്ലാം വഴിയായി ஓ, நல்ல கரங்களை தட்டி കരങ്ങൾ അടിച്ച് ஓ, அந்த அபிஷேகத்தின் வல்லமையை பெற்றுக்கோ. അഭിഷേകത്തിന്റെ ശക്തിയെ നീ പ്രാപിക്ക്. ആമേൻ. இதலபா ஹந்தராசே. இன்னைக்கு உன்னை நிறைய பேர் குழியில போட்டாங்கன்னு கவலைப்படாத. നിന്നെ കുഴിയിലിട്ടേക്കുവാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടാതെ. அந்த കുഴി ഒരു നാൾ വഴിയായി മാറ പോകുகிறது. ഒരു നാൾ ആ കുഴിയാണ് നിന്റെ ജീവിതത്തിൽ വഴിയായി വെളിപ്പെടുവാൻ പോകുന്നത്. ചിലരെ பார்த்து ஊழியத்தில் இருக்கிறவங்கள பார்த்து இப்படி சொல்ல விரும்புகிறேன். ശുശ്രൂഷയിലായിരിക്കുന്ന അഭിഷിക്തന്മാരെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ஓ, உனக்கு ശുശ്രൂഷയിல நிறைய കുഴി இருக்குமானா? ശുശ്രൂഷയുടെ രംഗത്ത്, ശുശ്രൂഷയുടെ വഴിയിൽ അനേക കുഴികളുണ്ടോ? ஓ, இந்த ஸ்தாபனத்துக்காக கர்த்தர் நிறைய வழியை திறக்க போகிறார். എന്നാൽ അനേക സ്ഥാപനങ്ങൾക്ക് വേണ്ടി അതിനെല്ലാം ദൈവം വഴിയാക്കി മാറ്റുവാൻ പോവുകയാണ്. ஓ, யோசேப்பு தன்னுடைய சகோதரர்களை பார்த்து சொல்லுகிறார், ജോസഫ് തന്റെ സഹോദരന്മാരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, நீங்கள் எனக்கு தீமை செய்ய நினைத்தீர்கள், നിങ്ങൾ എനിക്ക് ജീവഹാനി വരുത്തുവാനാണ് നോക്കിയത്. ஆனால் தேவன் அதை எனக்கு நன்மையாக மாற பண்ணினார். ദൈവമോ അത് എനിക്ക് നന്മയായി മാറ്റി. ஓ, உனக்கு நிறைய பேர் தீமனைய நினைச்சா, നിനക്ക് അനേകര് ദോഷം ചെയ്യുവാനായിട്ട് വിചാരിച്ചു. ஓ, நீ മുന്നേറவே മാട്ടേன்னு சொன்னா, നീ ഒരിക്കലും പുരോഗമിക്കത്തില്ല, മുന്നേറത്തില്ല എന്ന് പറഞ്ഞു. உன் ஜீவிதம் நசிச்சு போயிட்டுன்னு சொன்னாலும், നിന്റെ ജീവിതം നശിച്ചു പോയി എന്ന് പറഞ്ഞാലും, அவர்களெல்லாம் தீமை செய்ய நினைத்த போது നിനക്കെതിരായിട്ട് അവരെല്ലാം തിന്മ ചെയ്യുവാനായിട്ട് ഓർത്തപ്പോൾ, இயேசு உனக்காக நன்மை செய்யும்படி നിനക്ക് വേണ്ടി നന്മ ചെയ്യുവാനായിട്ട് இந்த இரண்டாவது நாள் கூட்டத்திலே, രണ്ടാമത്തെ ദിവസ യോഗത്തിൽ சகோதரா உன்னிடத்திலே இறங்கி வந்திருக்கிறார். നിന്റെ അടുക്കലേക്ക് സഹോദരൻ വന്നിരിക്കുകയാണ്. கண்ணை விட்டு வெளியே வா, കുരുട്ട് കണ്ണുകളെ വിട്ട് വെളിയിൽ വാ. குருட்டு கண்ணை விட்டு வெளியே வா. കണ്ണ് വിട്ട് വെളിയിലേക്ക് പോ. சவுலே சவுலே, സൗലേ സൗലേ, தேவனை துன்பப்படுத்தினது போதும், ദൈവത്തെ ഉപദ്രവിച്ചത് മതി. ஓ, കണ്ണை விட்டு, നിന്റെ ഈ കണ്ണെ വിട്ട്, ஓ, மீன் செதில விட்டு ചെതുമ്പലെ ഉപേക്ഷിച്ച് வெளியே வா. വെളിയിലോട്ട് വരൂ. கர்த்தர் உன்னை உயர்த்த போகிறார். ദൈവം നിന്നെ ഉയർത്തുവാൻ தேவன் ആഗ്രഹിക്കുകയാണ്. உன்னை உயர்த்த போகிறார். ദൈവം നിന്നെ ഉയർത്തുവാൻ சில പോകുന്നു. வழிகளை கர்த்தர் திறக்க போகிறார். വഴികൾ തുറക്കുവാൻ ஓ, പോകുന്നു. சில வழிகள் உனக்காக திறக்கப்பட போகிறது. ചില വഴികൾ നിനക്ക് വേണ്ടി ஓ, சில തുറക്കപ്പെടാൻ പോകുന്നു. மேகலைகளை கர்த்தர் திறக்க போகிறார். ചില വഴികൾ നിനക്ക് വേണ്ടി ஓ, തുറക്കപ്പെടും. ஊழியத்தில கர்த்தர் திறக்க போகிறார். സുവിശേഷത്തിന് വേലയിൽ ചില വഴികൾ തുറക്കുവാൻ പോവുകയാണ്. ஓ, வேலையில திறக்க போகிறார். വേലയിൽ ചില വഴികൾ തുറക്കപ്പെടുവാൻ പോവുകയാണ്. கர்த்தர் உன் பக்கத்துல இருக்கிறார். കർത്താവ് നിന്റെ കൂടെയുണ്ട്. இந்த குருட்டு கண்ணு இருந்துச்சுன்னா என்ன ஆகும் அப்படின்னு சொன்னா, திரும்பவும் வாசிங்க ന്യായാധിപതികൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം. 13வது വചനം, 16-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യം വായിക്കാം. 14-13. 14-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം. ന്യായാധിപന്മാർ 14-13. വീട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ ஆ, നിങ്ങൾ എനിക്ക് 30 ഉള്ളങ്കിയും 30 ന്യായാധിപതികൾ ജഡ്ജസ് ന്യായാധിപന്മാർ 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. 14-3. അവന്റെ അപ്പനും അമ്മയും അവനോട്, ആ, അഗ്രചർമ്മികളായ ഫെലിസ്ത്യരിൽ നിന്ന് ആ, നീ ഒരു ഭാര്യയെ എടുപ്പാൻ പോകേണ്ടതിന് ആ, നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന് ചോദിച്ചതിന് ആ, ശിംശോൻ തന്റെ അപ്പനോട്, അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ஆ, அது இப்படி எழுதி இருக்கிறது, தன்னுடைய கண்களுக்கு பிரியமா இருந்ததாம். ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവന്റെ കണ്ണുകൾക്ക് അത് ഇഷ്ടമായി തോന്നി.
அச்சனும் அப்பாவும் அம்மாவும் சொன்னாங்க, உனக்கு நான் சமயமாகும்போது ஒரு பெண்ணை நான் கல்யாணம் பண்ணி தரேன்னு. അപ്പനും അമ്മയും പറഞ്ഞു നിനക്ക് സമയമാകുമ്പോൾ ഞാൻ നല്ല പെണ്ണിനെ ക്രമീകരിച്ചു തരാമെന്ന് പറഞ്ഞു. நிறைய யூத் இங்க இருந்தீங்கன்னா உங்களை பார்த்து சொல்ல விரும்புகிறேன். ഇവിടെയുള്ള യുവജനങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. கானாவூர் கல்யாணத்துல இயேசுவின் சமயம் வர்றதுக்கு இயேசு அம்மாவை ரெக்கமெண்டுக்கு கொண்டு போனாங்க. ഇതാ കാനാവിന്റെ അവിടെ കല്യാണ ഭവനത്തില് യേശുവിന്റെ സമയം വെളിപ്പെടുന്നതിന് വേണ്ടി തന്റെ മാതാവിനെയും കൂടെ യേശു കൊണ്ടുപോകാനിടയായി തീർന്നു. ശിഷ്യர்களையும் கொண்டு போனாங்க. ശിഷ്യന്മാരെയും കൂടി യേശു കൊണ്ടുപോയി. ஆனா இயேசு சொன்னது என்ன தெரியுமா? യേശു എന്താണ് പറഞ്ഞറിയാമോ? என் வேளை இன்னும் வரவில்லை. എന്റെ സമയം ഇതുവരെ വന്നിട്ട്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. வரும்போது தானா அற்புதம் நடக்கும். അത് വരുന്ന അവസരത്തിൽ തന്നെ അത്ഭുതം നടക്കും. இன்னைக்கு கல்யாணம் ஆகணும்னு சொல்லிட்டு நிறைய குருட்டு கண்ணால பார்க்காத. നിനക്ക് കല്യാണം ആയിട്ടില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഈ കുരുട്ട് കണ്ണോടെ നീ നോക്കാതെ, വേള വരുമ്പോൾ താനാ കർത്തർ അത്ഭുതത്തെ ചെയ്യുവാ. നിന്റേതായ സമയം വരുമ്പോൾ ദൈവം തന്നെ അത്ഭുതം ചെയ്യും. അതാണ് വേദം ചൊല്ലുகிறது, മുന്തിന ദ്രാക്ഷരസത്തെ പാർക്കിലും പിന്തിന ദ്രാക്ഷരസം ரொம்ப സുവയുള്ളതായിരുന്നതാ. അതുകൊണ്ട് വചനം പറയുകയാണ്, ഇത് ആദ്യം കഴിച്ചതിനേക്കാളും പിന്നീട് ലഭിച്ചത് ഏറ്റവും മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. இன்னைக்கு உங்களை பார்த்து சொல்றேன், யாரும் இப்படிப்பட்ட குருட்டு கண்ணில மாட்டிரக்கூடாது. ஆமென். ഇന്ന് നിങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങൾ ആരും ഈ കുരുട്ട് കണ്ണിൽ നിങ്ങൾ ഇതുപോലെ മാട്ടിപ്പോകരുത്. சிம்சோன் இப்படி குருட்டு கண்ணில மாட்டினால அவனுடைய முடியை இழந்தான். ഈ കുരുട്ട് കണ്ണില് ശിംശോൻ കുടുങ്ങിപ്പോയത് കൊണ്ടാണ് അവന്റെ മുടി നഷ്ടപ്പെടുവാനിടയായി തീർന്നത്. മുടി மட்டும் போகல, മുടി മാത്രം പോയില്ല, അവനക്ക് ബലം പോയി, അവന്റെ ബലം പോയി, കണ്ണും പോയിട്ട്, അവന്റെ കണ്ണ് പോയി. കണ്ണ് പോണോണ്ട് എങ്ക പോയിട്ടാ? കണ്ണ് പോയണ എന്താണ്, എവിടെയാണ് പോയത്? മാവരയ്ക്ക പോയിട്ടാ. ആമേൻ. മാവരയ്ക്കുന്നതിന് വേണ്ടി. കുരുട്ട് കണ്ണോടെ ഇരുന്നാ ചിലരെല്ലാം മാവരയ്ക്കുന്ന സൂழ்நிலை ഉണ്ടാകും. ഈ കുരുട്ട് കണ്ണിന്റെ അനുഭവത്തിൽ ഇരുന്നാൽ ഈ മാവ് അരയ്ക്കുന്ന അവസ്ഥയിലേക്ക് ഒരു പക്ഷേ മാറിപ്പോകാം. ദേവൻ ഉന്ന വച്ചത് ജാതികൾക്ക് ഒളിയാക. ദൈവം നിന്നെ വെച്ചിരിക്കുന്നത് ജാതികൾക്ക് പ്രകാശമായിരിക്കുന്നു. ദൈവത്തിന്റെ ഹിതം ബെലിസ്തരിലിരുന്ന് நிறைய പേർക്ക് വിടുതല വാങ്ങി തരதுக்காக, ബെലിസ്തരുടെ കയ്യിൽ നിന്നും അനേകരെ വിടുവിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം വെച്ചിരുന്നത്. இன்னைக்கு കുരുട്ട് കണ്ണോടെ കൂടെ, എന്നാൽ ഇന്ന് കണ്ണുകളെല്ലാം കുരുടാക്കപ്പെട്ടവനായി, ബലനെ ഇളந்து, ബലമെല്ലാം നഷ്ടപ്പെട്ടവനായി, മുടിയെ ഇളந்து, മുടിയെല്ലാം നഷ്ടപ്പെട്ടവനായി, ആരോഗ്യത്തെ ഇളந்து, ആരോഗ്യത്തെ നഷ്ടപ്പെട്ടവനായി, യാരും ഇല്ലാமல், ആരുമില്ലാത്തവനായി, വേടിക്ക പൊരുളാക, ഒരു കളിയാക്കുന്ന ഒരു വസ്തുവായി, എല്ലാവർക്കും മുൻപായും മാറിപ്പോനാനേ സിംസോൻ. എല്ലാവരുടെയും മുൻപിൽ പരിഹാസ വിഷയമായി പോയി. இன்னைக்கு நிறைய பேர் இந்த கூட்டத்துல, അനേകരെ ഈ യോഗത്തിനകത്ത് ബലനെ ഇളந்து, ബലം നഷ്ടപ്പെട്ടവരായി, കണ്ണെ ഇളந்து, കണ്ണ് നഷ്ടപ്പെട്ടവരായി, അഭിഷേകത്തെ ഇളந்து, അഭിഷേകം നഷ്ടപ്പെട്ടവരായി, ആദിയിലിരുന്ന அந்த பக்தி வைராக்கியத்தை இழந்து, ആത്മീയമായ തീക്ഷ്ണതകൾ ആദ്യം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ട അവസ്ഥയിൽ இங்கே இருந்து கொண்டிருப்பாயானா ആയിരിക്കുന്നുവെങ്കിൽ சிம்சோனை மாறி, ശിംശോനെ പോലെ ദൈവമേ இந்த ஒரு விசை ഒരു പ്രാവശ്യം என்னை എന്നെ நினைத்தருளோ, அவன் உயிரோடு இருந்தவங்களை பார்க்கலோ, ഇത് ഞാൻ നോക്കുകയാണ്, അവൻ സാകുമ്പോൾ കൊണ്ടവர்கள் അധികമാ. എന്നാൽ ഇവിടെ പറയുകയാണ്, അവൻ മരിക്കുന്ന അവസരത്തിൽ ജീവനോടെ ഇരുന്നപ്പോൾ കൊന്നവരെക്കാൾ അധികം എഴുതിയിരിക്കുന്നു. കുരുട്ട് കണ്ണെ വിട്ട് വെളിയെ വന്നരേ, ഈ കുരുട്ട് കണ്ണുകളെ വിട്ട് വെളിയിൽ വാ. കർത്തരോനെ ആശീർവദിപ്പാ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഇത് കുരുട്ട് കണ്ണെ വിട്ട് വെളിയെ വരണം. മൂന്നാമതാ சொல்லி ഞാൻ മുടിக்கிறேன். മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പീറ്റർ, ആമേൻ. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 2ാം അധികാരം 13ാമത് വചനം, 2ാം അധ്യായത്തിൽ 13ാമത്തെ വാക്യം. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും. மதி மதி இந்த கண்ணுக்கு பேர் என்னன்னா ப்ளஷர் ஐ. அப்படின்னா என்ன அர்த்தம்னு சொன்னா அசுத்தமான கண். ഈ കണ്ണിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലഷർ ഐ. நான் 3 കണ്ണെ പറ്റി ഉங்ககிட்ட അശുദ്ധമായ കണ്ണ്. உங்ககிட்ட 3 കണ്ണെ പറ്റി பேசினேன். 3 കണ്ണുകളെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. முதல்ல உள்ள கண்ணு பேரு அரகண்டை. ഒന്നാമത്തെ പറയുന്നത് അഹങ്കാരത്തിന്റെ കണ്ണ്. രണ്ടാമത് ഐ வந்து ப்ளஷர் ஐ. രണ്ടാമത്തെ സന്തോഷിക്കുന്ന കണ്ണ്. മൂന്നാമത് കണ്ണ് ബ്ലൈൻഡ് ഐ. മൂന്നാമത്തെ കണ്ണെന്ന് പറയുന്നത് അത് ബ്ലൈൻഡ് കണ്ണ്, കുരുട്ട് കണ്ണ്. இன்னைக்கு நான் உங்ககிட்ட சொல்ல போறேன், நிறைய பேருக்கு അശുദ്ധமான കണ്ണ്. എന്നാൽ ഇവിടെ മൂന്നാമത് പറയട്ടെ, അനേകർക്ക് അശുദ്ധമായ കണ്ണ് ഉണ്ട്. இந்த கண்ணுல இருக்கும்போது என்ஜாய்மென்ட் ஆஃப் லைஃப்,
ഇവിടെ കാണുന്നത് ജീവിതത്തിന്റെ ആസ്വാദ്യതയാണ് ഈ കണ്ണ് കാണുന്നത്. ஓ நிறைய பேர் ஏனோ வாழ்ந்து ஏனோ சாகலான்னு இருக்கிறாங்க. നഗരയുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ജീവിച്ച് മരിക്കാമെന്ന് വിചാരിക്കുന്നു. எதை பார்த்தாலும் தப்பாவே தோன்ற கண்ணு. എന്ത് നോക്കിയാലും തെറ്റാണ് എന്ന് തോന്നുന്ന കാഴ്ച. தாவீது 17வது சங்கீதத்துல தைரியமா சொல்றான், கர்த்தரை எனக்கு முன்பாக வைத்திருக்கிறேன் என்று. ദാവീദ് 17ാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തെയാണ് എന്റെ മുൻപിൽ ഞാൻ വെച്ചിരിക്കുന്നത് എന്ന്. ஆனா 51வது சங்கீதத்துல தாவீதுக்கு சொல்ல முடியல. എന്നാൽ 51ാമത്തെ സങ്കീർത്തനമായപ്പോൾ ദാവീദിന് അങ്ങനെ പറയുവാൻ സാധിച്ചില്ല. கர்த்தரை வச்சிருக்கிற கண்ணுக்கு முன்பாக பாவம் என் கண்களுக்கு முன்பாக நிற்கிறது என்று சொல்லுகிறார். എന്നാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവിനെ കണ്ണിന്റെ ഭാഗത്ത് ഇതാ പാപം എന്റെ കണ്ണിന്റെ മുമ്പാകെ നിൽക്കുകയാണെന്ന് എഴുതിയിരിക്കുകയാണ്. ஓ இன்னைக்கு தேவனை பார்க்க முடியாதபடி அசுத்தமான கண்ணு உனக்குள்ள இருந்துச்சுனா, ദൈവത്തെ കാണുവാൻ കഴിയാത്ത വിധത്തിൽ അശുദ്ധമായ ഒരു കണ്ണാണ് നിന്റെ മുൻപിൽ ഉള്ളത് എങ്കിൽ, ஓ இன்னைக்கு கர்த்தர் அவைகளை மாற்ற விரும்புகிறார். അതിനെ മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ஒப்பு கொடுப்பாயானா, നീ ഒന്ന് സമർപ്പിക്കുന്നുവെങ്കിൽ, பாவத்தை விட்டுட்டு പാപത്തെ ഉപേക്ഷിച്ചിട്ട് ஓ இன்னைக்கு நீ வெளியே வருவானா, ഇന്ന് നീ വെളിയിൽ വരുന്നുവെങ്കിൽ, பரிசுத்த ஆவியானவர் പരിശുദ്ധാത്മാവ് இன்று முதல் உன்னை கரங்களில் எடுக்க போகிறார். നിന്നെ കരങ്ങളിൽ വഹിക്കുവാൻ ஓ പോകുന്നു. கரங்களில் எடுக்க போகிறார். കരങ്ങളിൽ എടുക്കുവാൻ പോകുന്നു. சகோதரா, സഹോദരാ, சகோதரி, സഹോദരി, அசுத்தമായ கண்ணை விட்டு അശുദ്ധമായ കണ്ണുകളെ வெளியே வா. വെളിയിലേക്ക് വരൂ. என்ஜாய்மென்ட் கண்ணை விட்டு வெளியே வா. ആസ്വാദനത്തിന്റെ കണ്ണുകളെ ஓ ഉപേക്ഷിച്ച് വെളിയിൽ വാ. உல்லாசமான கண்ணை விட்டு வெளியே வா. உல்லாசமான கண்ணை விட்டு வெளியே வா. ഉല്ലാസത്തിന്റെ കണ്ണുകളെ ഉപേക്ഷിച്ച് വെളിയിൽ വരൂ. கர்த்தர் உன்னை உயர்த்த போகிறார். കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോവുകയാണ്. யாரும் எடுக்க வேண்டாம். நீதிமொழிகள்ல இப்படி ஒரு வசனம் உண்டு. എടുക്കേണ്ട സദൃശവാക്യങ്ങളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. கஞ்சாடை காட்டுகிறவன் കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നവൻ நோவு உண்டாக்குறான்னு அர்த்தமா. വേദനയെ വിളിച്ചു വരുത്തുന്നു. கஞ்சாடை காட்டுகிறவன், കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നവൻ. கண்ணு கொண்டு எப்படி சிக்னல் காட்டுவாங்க நிறைய பேர். കണ്ണുകൊണ്ട് ഇന്ന് അനേകരെ സിഗ്നൽ കാണിക്കാറുണ്ട്. எப்படி தெரியுமா? யாருக்கா தெரியுமா? ഇതുപോലെ തന്നെ எப்படி காட்டுவாங்க தெரியுமா? கண்ணு கொண்டு. அப்படின்னா நீ கண்ணு கொண்டு சிக்னல் காட்டினா உனக்கு வேதனை ஆரம்பிச்சிட்டுன்னு பைபிள் சொல்லுது. അതുകൊണ്ട് വചനം പറഞ്ഞിരിക്കുകയാണ്, നീ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്ന വ്യക്തിയെങ്കിൽ നിനക്ക് വേദന വരാൻ പോകുന്നു. நிறைய പേർക്ക് കോഡ് ഭാഷ ഇത് അനേകർക്ക് ഇതൊരു കോഡ് ഭാഷയാണ്. எப்படி தெரியும்? ஒருவேளை தெய்வத்துக்கு கூட മനസ്സിലാകാതെ പോലെ. ഒരുപക്ഷെ ദൈവത്തിന് പോലും ആ കോഡ് മനസ്സിലാകത്തില്ല. നീ அந்த அளவுக்கு உன் കണ്ണാല സിംപ്റ്റം കാട്ടിக்கிட்டு இருக்கற. ആമേൻ. അത്ര രീതിയിൽ നീ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. இப்படி 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 இப்படி. ஆனா நான் சொல்றேன், കഞ്ചാടை കാട്ടുகிறவன் നോവ് ഉണ്ടാக்குகிறான். എന്നാൽ ഞാൻ പറയട്ടെ, ഇത് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നവൻ വേദന ഉണ്ടാക്കുന്നു. ஆனா யோபு இப்படி சொல்லுகிறார். യോബ് ഇങ്ങനെ പറയുകയാണ്, நான் கண்களோடு ஒப்பந்தம் பண்ணின பின்பு, ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തതിന് പിൻപ് ஒரு கன்னியின் நினைவோட இருப்பேனோ. കന്യകയെ ഞാൻ എങ്ങനെ നോക്കും? ஓ உன்னுடைய கண்ணு மேல உள்ளவங்களோட ரிலேஷன்ஷிப்ல இருக்கணும். നിന്റെ കണ്ണ് മുകളിലുള്ളവനുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. யோபு 42வது அதிகாரத்துல சொல்லுகிறார். യോബിന്റെ പുസ്തകം 42ാം അധ്യായത്തിൽ പറയുന്നു, என் காதாலதான் இவ்வளவு நாள் உம்மா நான் கேள்விப்பட்டேன். എന്റെ കാതിൽ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ ഇതുവരെ കേട്ടിരുന്നുള്ളൂ. இன்னைக்கு என் கண்ணு உம்மா பாக்குது ஆண்டவரே. ദൈവമേ, എന്റെ കണ്ണുകൊണ്ട് നിന്നെ ഞാൻ കാണുന്നു. അന്യ കണ്ണുകളല്ല, അന്യതായ കണ്ണല്ല, என் சொந்த கண்ணு கொண்டு കണ്ണല്ല, എന്റെ സ്വന്തം தேவனை பார்ப்பேன். കാണുകയാണ്. ഓ ദേവനെ பார்க்கிறவ അന്യ കണ്ണുകൊണ്ടല്ല, ദൈവത്തെ കാണുന്നത് അന്യ കണ്ണുകൊണ്ടല്ല, സ്വന്ത കണ്ണുകൊണ്ട് കാണണം. സ്വന്തം കണ്ണുകൊണ്ട് ദൈവത്തെ കാണണം. ഓ സ്വന്ത കണ്ണുകൊണ്ട് കാണണം. സ്വന്തം കണ്ണുകൊണ്ട് കാണണം. சொந்த கண்ணு கொண்டு காணணும்னா பெருமையின் கண்ணு மாறணும். സ്വന്തം കണ്ണുകൊണ്ട് കാണണമെങ്കിൽ അഹങ്കാരത്തിന്റെ കണ്ണ് നീ മാറ്റി വെക്കണം. ഓ കുരുട്ട് കണ്ണ് മാറണം. കുരുട്ട് കണ്ണ് മാറേണ്ടതായിട്ടുണ്ട്. ഓ അശുദ്ധമായ കണ്ണ് മാറണം. അശുദ്ധമായ കണ്ണ് മാറേണ്ടതായിട്ടുണ്ട്. ഇത മാറിച്ചിനാ നീ ദേവനെ ഇന്നേക്ക് பார்த்துட்டு தான் இங்க இருந்து போவ. അത് മാറിയെങ്കിൽ ഇന്ന് നീ ദൈവത്തെ കണ്ടിട്ട് മാത്രമേ നീ ഇവിടുന്ന് പോകത്തുള്ളൂ. அதே நீதிமொழிகள்ல சொல்றது, உன் கண்மணி உனக்கு முன்பே நேரே நோக்க கடவுது. ഇവിടെ ഇതാ സദൃശവാക്യങ്ങളുടെ പുസ്തകം വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി നേരെ നോക്കട്ടെ. எப்படி பார்க்கணுமா? എങ്ങനെ നോക്കണം? எப்படி பார்க்கணுமா? நேரே பார்க்கணுமா? നേരെ നോക്കണം. நிறைய பேர் என்ன செய்யணும் தெரியுமா? അനേകര് എന്താണ് നോക്കുന്നത്? ഒളിഞ്ഞു പാപ്പാൻ. ഇങ്ങനെ ഒളിഞ്ഞാണ് നോക്കുന്നത്. ചിലർ வந்து இப்படி இப்படி ஒன்றரை கண்ணு அடைச்சு பாப்பான். ചിലര് ഒരു കണ്ണ് അടച്ചു നോക്കും. அதெல்லாம் என்னன்னு சொல்றது? பிசாசினுடைய தந்திரம். ஆமென். അതെല്ലാം എന്താണ് പറയേണ്ടത്? അതെല്ലാം പിശാചിന്റെ തന്ത്രം. ആമേൻ. இந்த கண்ணால நிறைய குடும்பம் பாதிக்கப்பட்டிருக்கு. ஆமென். ഇന്ന് ഇത് നിമിത്തമായി അനേക കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. இன்னைக்கு உன் கண்ணு சரியா இருந்துச்சுன்னா,
എന്നാൽ ഇന്ന് നിന്റെ കണ്ണ് ശരിയായെങ്കിൽ உன் கை சரியா இருக்கும். നിന്റെ കൈ ശരിയായിരിക്കും. உன் கை சரியா இருந்துச்சுன்னா നിന്റെ കൈ ശരിയായിരുന്നാൽ உன் கால் சரியா இருக்கும். നിന്റെ കാല് ശരിയായിരിക്കും. இன்னைக்கு நிறைய பேருக்கு கண்ணுல தான் ப்ராப்ளம். ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഈ കണ്ണൊരു വലിയ പ്രശ്നമാണ്. இந்த கண்ணை விட்டுட்டு, இந்த குருட்டு கண்ணை விட்டுட்டு வெளியே வா. ഇന്ന് തന്നെ നിന്റെ അക്കുരുട്ട കണ്ണ് ഉപേക്ഷിച്ച് നീ വെളിയിൽ വരൂ. இன்னைக்கு நிறைய பேருடைய போன் கூப்பிடும்போது ഇന്ന് അനേകര് ഫോൺ വിളിക്കുന്ന അവസരത്തിൽ பாஸ்டர் வந்து ஏன் ஆராதனைக்கு வரலன்னு கூப்பிட்டா நிறைய பேருடைய போன் என்ன சொல்லும் தெரியுமா? എന്താണ് ആരാധനയ്ക്ക് കണ്ടില്ലല്ലോ വരാത്തതെന്ന് പാസ്റ്റർ ചോദിക്കുമ്പോൾ ഇന്ന് അനേകര് എന്തായിരിക്കും പറയുക എന്നറിയുമോ? நீங்கள் அழைக்கிற நம்பர் வேற ஒருவருடன் தொடர்பில் இருக்கிறாராம். അപ്പോൾ ഫോണിൽ മറുപടി പറയുന്നതാണ് നിങ്ങൾ വിളിക്കുന്നതായ ആള് പ്രതികരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. സോറി, നിങ്ങൾ വിളിക്കുന്ന ആള് മറ്റൊരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സമ്പർക്കത്തിലാണ്. நிறைய பேருடைய நம்பர் പരിധിക്ക് പുറത്താ. ചിലരുടെ നമ്പർ ആണെങ്കിൽ പരിധിക്ക് പുറത്തുമാണ്. நிறைய பேருக்கு அவுட் ஆஃப் கவரேஜ் ஏரியா. ചിലര് ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്. இன்னைக்கு நான் உங்ககிட்ட சொல்ல விரும்புகிறேன், എന്നാൽ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, எத்தனை பேருக்கு 2G ஸ்பீடு பிடிக்கும்? എന്ന് എത്ര പേർക്ക് 2G സ്പീഡ് ഇഷ്ടപ്പെടും? யாருக்கும் பிடிக்காது. അന്ന് 3G யாருக்கு பிடிக்கும்? 3G എത്ര പേർക്ക് ഇഷ്ടപ്പെടും? ஆண்ட்ராய்டு இல்லாதவன் 3G யூஸ் பண்ணுவான். ஆண்ட்ராய்டு ഫോൺ ഇല്ലാதവൻ, ആൻഡ്രോയിഡ് ഇല്ലാത്തവര് 3G സ്പീഡാണ് ഉപയോഗിക്കുന്നത്. 4G ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ യൂസ് പண்றவன் 4G தான் யூஸ் பண்ணுவான். ആമേൻ. ആൻഡ്രോയിഡ് ഫോൺ ആർക്കുണ്ടോ അവര് 4G ആണെന്ന് ഉപയോഗിക്കുന്നത്. ஏன்னா 4G தான் நல்ல ஸ்பீடா இருக்கும். കാരണം 4G ആണ് ഏറ്റവും സ്പീഡ് ആയിട്ട് കിട്ടുന്നത്. நிறைய பேருக்கு இன்னைக்கு ഫോൺ മാറി இருக்கு. நிறைய பேருக்கு ഫോൺ മാറി இருக்கு. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഇതുപോലെ അനേകര് ഫോൺ മാറിയിട്ടുണ്ട്. 2G ல இருந்து 3G க்கு வந்திருக்கான். 2G യിൽ നിന്ന് മാറി 3G ലേക്ക് വന്നിട്ടുണ്ട്. 4G க்கு வந்துட்டான். ഇപ്പോൾ അത് 4G ലേക്ക് എത്തിയിരിക്കുന്നു. 5G லான்ச் பண்ண போறாங்க. ഇനി 5G വരുവാനായിട്ട് പോകുന്നു. ஓ, இதெல்லாம் மாறிக்கிட்டு இருக்கும்போது சிலரெல்லாம் 2G லயே இருந்துகிட்டு இருக்கிற. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചിലരെല്ലാം പഴയ അനുഭവത്തിൽ തന്നെ ആയിരിക്കുന്നു. இன்னைக்கு கர்த்தர் சொல்லுகிறா, എന്ന് കർത്താവ് പറയുകയാണ്, இன்னைக்கு உன் கண்ணு கர்த்தரை பார்க்கிற கண்ணா மாறணும். ഇന്ന് നിന്റെ കണ്ണുകള് കർത്താവിനെ കാണുന്ന കണ്ണുകളായി മാറണം. ചിലരെ பார்த்து இப்படி சொல்ல விரும்புகிறேன். ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുവാൻ கர்த்தர் ആഗ്രഹിക്കുകയാണ്. உன் மேல பெரிய ஒரு அபிஷேகத்தை வச்சிருக்கிறார். കർത്താവ് നിന്റെ മേൽ ഒരു വലിയ അഭിഷേകം വെച്ചിട്ടുണ്ട്. ஓ, நீ இருக்கிற இடம் சின்ன இடம்னு நினைக்காத. നീ ഇരിക്കുന്ന സ്ഥലം ഒരു ചെറിയ സ്ഥലമെന്ന് വിചാരിക്കണ്ട. ஓ, ஒரு நாள் வரப்போகிறது. ഒരു നാൾ വരുവാൻ പോകുന്നു. அமிழ்ந்து கொண்டிருந்த பேதுருவை, ഇതാ அமிழ்ந்து கொண்டிருந்த பேதுருவை கடலின் அடித்தட்டுல, കടലിന്റെ അടിത്തട്ടില് മുങ്ങിക്കൊണ്ടിരുന്ന പത്രോസിനെ ஓ, ஆண்டவர் கரத்தை பிடிச்சு தூக்கி எடுத்தார். കരം പിടിച്ച് തൂക്കിയെടുക്കുവാനിടയായി. ஓ, இன்னைக்கு எதுல நீ அமிழ்ந்து போய் கொண்டிருக்கிறையோ, ഏത് വിഷയത്തിലാണ് നീ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? இன்னைக்கு நீ கர்த்தருடைய கையை பிடிச்சிட்டு விட்டுற. നീ കർത്താവിന്റെ കരം പിടിച്ചിട്ട് നീ അങ്ങ് വിട്ടുകളയുകയാണ്. இன்னைக்கு கர்த்தர்ட்ட சொல்றது, நான் உங்க கையை பிடிக்கிறத விட நீங்க என் கையை பிடிங்க ஆண்டவரே. ഇന്ന് പറയുകയാണ്, ഞാൻ നിന്റെ കൈ പിടിക്കുന്നതിനേക്കാൾ കർത്താവേ നീ എന്റെ കൈ ഒന്ന് പിടിക്കണമേ. இப்படி சொல்லுவீர்களானால் கர்த்தர் உங்களை ஆசீர்வதிக்க உண்மை உள்ளவரா இருக்கிறார். അങ്ങനെ നിങ്ങൾ ഇന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. எல்லாரும் எழும்பி நிற்போமாக இந்த நேரத்தில். എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാമോ? ஓ, ആവിയാനவர் நம்மோடு கூட இடைப்பட்டார் அல்லவா? ഓ, ഇന്ന് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി. ஓ, ஆண்டவர் பேசினவர்கள் மாத்திரமே. ദൈവം സംസാരിച്ചുള്ളവർ ஓ, മാത്രം. உங்க வலது கையை உயர்த்தி. ഓ, കരങ്ങളെ വലതു ஓ, കരങ്ങളെ நிறைய கரங்களை நான் இங்க காண்கிறேன். കരങ്ങളെ எனக்காக இல்லங்க, എനിക്ക് വേണ്ടിട്ടല്ല, ஓ, ஆண்டவருக்கு வேண்டி. നാമത്തിന് വേണ്ടി. ஓ, உன்னுடைய கரத்தை நீ இன்னைக்கு உயர்த்தி இருப்பானா? നിന്റെ കരങ്ങൾ ஓ, ഉയർത്തിയിരിക്കുന്നു. உன் சரீரத்துல சில பந்தனத்தோட இங்க வந்திருப்பானா? ബന്ധനങ്ങളുമായി ஓ, ஒரு தீ இந்த நேரத்துல இறங்க போகிறது. അഗ്നി ഇറങ്ങുവാൻ ஓ, ஒரு தீ இறங்க போகிறது. അഗ്നി ഇറങ്ങുവാൻ ஓ, പോകുന്നു. இன்னைக்கு புடுங்கி எரிய போகிறது. ചിലരെ ஓ, പിഴുതെറിയുവാൻ പോകുന്നു. சகோதரா வெளியே வா. സഹോദരാ, നീ വെളിയിൽ ஓ, വാ. உன் பாவத்தை விட்டு வெளியே வந்துரு. പാപത്തെ വിട്ട് വെളിയിലേക്ക് ஓ, വരൂ. குருட்டு கண்ணை விட்டு வெளியே வா. കുരുട്ട് കണ്ണ് വിട്ട് വെളിയിൽ വാ. பரிசுத்த ஆவியானவர் പരിശുദ്ധാത്മാവ് சிலருடைய சரீரத்தின் மேல ശരീരത്തിൻ ஓ, മേൽ வியாபரிக்க போகிறார். വ്യാപരിക്കുവാൻ പോകുന്നു. Right now. ഇപ്പോൾ തന്നെ. Right now. ഇപ്പോൾ തന്നെ. Right now. ഇപ്പോൾ തന്നെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ ஓ, வெளியே வா எல்லாத்த விட்டு. എല്ലാം വിട്ട് വെളിയിലേക്ക് ஓ, വരൂ. வெளியே வா. വെളിയിലേക്ക് വരൂ. பெருமையை விட்டு வெளியே வா. വെളിയിലേക്ക് വരൂ. குருட்டு கண்ணை விட்டு வெளியே வா. കുരുട്ട് കണ്ണ് പിടിച്ച് വെളിയിലേക്ക് ஜெபம் വരൂ. பண்ண விடாதபடி, ஜெபிக்க விடாதபடி, പ്രാർത്ഥന നീ ഉപേക്ഷിക്കാതെ, ஓ, பைபிள் வாசிக்க விடாதபடி, ദൈവവചനം വായിക്കാൻ പറ്റാത്ത വിധത്തിൽ ஓ, இங்க நின்று கொண்டிருக்கிறாய். ഇവിടെ ആയിരിക്കുന്നവരെ, ஓ,
ஓ சிலருடைய குடும்பத்திலிருந்து ചിലരുടെ കുടുംബത്തിൽ നിന്ന് ஆவியானவர் எனக்கு காண்பிக்கிறார். പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. ஓ சங்கார தூதன் என்கிற சத்துரு ആമേൻ. மரணத்தோடு மல்லடித்து கொண்டிருக்கிற சில குடும்பங்கள் உண்டு. സംഹാര ദൂതന്റെ ഉപദ്രവം ഏറ്റ് മരണത്തോട് മല്ലടിക്കുന്ന ചില കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. ஓ கர்த்தர் சொல்லுகிறார் உன் கையை உயர்த்து. നിന്റെ കരങ്ങളെ നീ ഒന്ന് ഉയർത്തുവാൻ ஓ പറയുന്നു. தேவத்திற்கு ஆண்டவரும் கரத்தை பிடிக்க போகிறார். കർത്താവ് നിന്റെ കരം പിടിക്കുവാൻ പോകുന്നു. ஓ சகோதரி സഹോദരിയെ நீ மௌனமா இருக்காத. മൗനമായിരിക്കാതെ இன்னைக்கு கர்த்தரை காண்டிட்டு போ. നീ ഇന്ന് കർത്താവിനെ ஓ കണ്ടിട്ട് പോ. இன்னைக்கு வெறுமையாய் வந்தது வெறுமையாய் போக கூடாது. നീ ഇന്ന് വെറുതെ വന്നു വെറുതെ പോകുവാൻ ഇടവരരുത്. குருட்டு കണ്ണ വിട്ട് வெளியே வா. നിന്റെ കുരുട്ട് കണ്ടു വിട്ട് അത് വെളിയിൽ ஓ വരൂ. வெளியே வந்தே ஆகணும். വെളിയിൽ വന്നു തന്നെ ആകണം. வெளியே வந்தே ஆகணும். വെളിയിൽ വരണം. ஆவியானவர் இடைப்பட்டு கொண்டிருக்கிறார். പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. இதலபா சேமா இதலபா சே ஒரு 2 நிமிஷம் கண்ணீரோடு கூட வாயை திறந்து ஓ பின்னாடி நிக்கிற சகோதரா ചില നിമിഷങ്ങള് ஓ കണ്ണീരോടുകൂടി இதலபா പ്രാർത്ഥിക്കുക. கந்தரபா പുറകിൽ നിൽക്കുന്ന உன்னை സഹോദരാ, கர்த்தர் தேடுகிறாரு. നിന്നെ കർത്താവ് எல்லாத்தையும் விட்டு வெளியே வா. നീ എല്ലാം വിട്ട് വെളിയിലേക്ക് ஓ വരൂ. கர்த்தர் உன்னை கொண்டு தேசத்தை அசைக்க போகிறார். നിന്നെ കൊണ്ട് ഈ ദേശത്തെ കുലുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. மாற்றுவதற்காக உன்னை பயன்படுத்த போகிறார். ഈ ലോകത്തെ മാറ്റുവാനായിട്ട് ദൈവം നിന്നെ വിളിക്കുവാൻ ஓ പോകുന്നു. நீ அந்தரங்கத்துல பொட்டி கரையிறையே. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീ ഇന്ന് തേങ്ങ തേങ്ങ ஓ കരയുകയാണ്. இன்னைக்கு வெளியே வா. ഇതൊന്ന് വെളിയിലേക്ക് വരൂ. ஆவியானவர் இடைப்பட்டு கொண்டிருக்கிறார். പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ஆவியானவர் இடைப்பட்டு கொண்டிருக்கிறார். പരിശുദ്ധാത്മാവ് உன்னை ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. முன்னேற விடாதபடி നിന്നെ മുന്നേറുവാൻ ஓ സാധിക്കാത്ത வளர்ச்சியை വിധത്തിൽ தடுத்த നിന്റെ ഉയർച്ചകളെ ஓ തടയുന്ന பொல்லாத ஆவியே എല്ലാ അശുദ്ധാത്മാവിനെയും நசரேனாகிய നസ്രയനായിട്ടുള്ള இயேசுவின் நாமத்தில் യേശുവിന്റെ നാമത്തിൽ இப்பொழுது ഇപ്പോൾ തന്നെ இந்த இரண்டாவது நாள் ഈ രണ്ടാമത്തെ ദിവസം சிலருடைய சரீரத்தை விட்டு നിന്റെ ശരീരം വിട്ട് குடும்பத்தை விட்டு കുടുംബത്തെ വിട്ട് வேலையை விட்டு വിട്ട് வெளியே போ. വെളിയിൽ പോ. வெளியே போ. വെളിയിൽ പോ. Receive the power of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നീ സ്വീകരിക്കുക. இதெல்லாம் சே அபிஷேகத்துல நிரம்பி അഭിഷേകം നിറഞ്ഞ ரேமா சே அந்தரா பிரௌடா ரேமல்லா சே ரெக்கா சேமோ இதலபா சேமோ அந்தரபா சேக்கா இதலபா சேமோ. சகோதரா நீ செய்துகிட்டு இருக்கிற அந்தரங்க பாவத்திலிருந்து வெளியே வா. സഹോദര നിന്റെ ഹൃദയത്തിനകത്ത് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്രവൃത്തിയിൽ നിന്ന് വെളിയിൽ വാ. ஓ உன் குருட்டு கண்ணை விட்டு வெளியே வா. നിന്റെ കുരുട്ട് കണ്ണ് ഉപേക്ഷിച്ച് നീ വെളിയിലേക്ക് വരൂ. ஆவியானவர் வேதனையோட சொல்லுகிறார். ஆவியானவர் துக்கப்பட்டு சொல்லுகிறார். പരിശുദ്ധാത്മാവ് വളരെ വേദനയോടുകൂടി ஓ ഓർമ്മപ്പെടുത്തുകയാണ്. சிலரை பார்த்து சொல்லுகிறார். ചിലർ നോക്കിക്കൊണ്ട് நீ പറയുകയാണ്, குருட்டு கண்ணில இருந்து வெளியே வந்தனா കുരുട്ട് കണ്ണ് ഉപേക്ഷിച്ച് നീ വെളിയിൽ വന്നാൽ உனக்காக மகிமையான ஒரு காரியத்தை கர்த்தர் செய்ய போகிறார். നിനക്ക് വേണ്ടി മഹത്വമുള്ള ഒരു കാര്യം കർത്താവ് ചെയ്യുമെന്ന് நீ പറഞ്ഞു. வெட்கப்பட்ட இடத்துல നീ ലജ്ജിച്ചു പോയതായ സ്ഥലത്ത്, நீ தலை കുനിஞ்ச இடத்துல നിന്റെ തല കുനിഞ്ഞതായ സ്ഥലത്ത് தேவன் இந்த இரண்டாவது நாளில ഈ രണ്ടാമത്തെ ദിവസം ஓ தேவன் உன்னை உயர்த்தும்படி ദൈവം നിന്നെ ഉയർത്തത്തക്ക ஓ നിലയിൽ சரீரத்தின் மேல നിന്റെ ശരീരത്തിനകത്ത് ஒரு சக்தி உண்டாக போகிறது. ഒരു വലിയ ശക്തി വരുവാൻ ஓ പോകുന്നു. நாவின் மேல നിന്റെ നാവിന്റെ മേൽ ஓ எல்லா கட்ட அவிழ போகிறது. എല്ലാ കെട്ടുകളും അഴിയുവാൻ പോവുകയാണ്. ராத்திரி உறங்க விடாதபடி നിന്നെ ഉറങ്ങുവാൻ പറ്റാത്ത ஓ വിധത്തിൽ கெட்ட சொப்பனம் ഒരു സ്വപ്നങ്ങളെ ஓ കാണിച്ച് பயம் உன்னை அலட்டி கொண்டிருக்கிறது. ഭയം നിന്നെ வெளியே അലട്ടിക്കൊണ്ടിരിക്കുന്നു. வா. നീ വെളിയിൽ വരൂ. வெளியே வா. വെളിയിൽ വരൂ. வெளியே வந்துரு. വെളിയിൽ വന്ന് சே ஹந்தரபா சே ஓ எல்லாரும் கரங்களை உயர்த்தி എല്ലാവരും കരങ്ങളെ ஓ ഉയർത്താമോ? 2 நிமிடம் கர்த்தரை பார்த்து ഓ കണ്ണു ஓ கர்த்தரை பார்த்து കർത്താവിനെ നോക്കിക്കൊണ്ട് ஓ உன்னுடைய அந்த கண்களோட கூட ആ കണ്ണുകളോടുകൂടെ கர்த்தரை நோக்கி பாரு. കർത്താവിനെ ഒന്ന് നോക്കാമോ? ஆண்டவரே இந்த 3 கண்கள் ഈ 3 കണ്ണുകളെ കുറിച്ച് കർത്താവ് எனக்குள்ள இருந்துச்சுன்னா എന്റെ ഉള്ളിലുണ്ടെങ്കിൽ இன்னைக்கு அது மாற. കർത്താവ് അത് മാറട്ടെ. இன்னைக்கு என்ன ஒப்பு கொடுக்கிறேன். എന്നെ അതിനുവേണ്ടി സമർപ്പിക്കുന്നു. ஒப்பு கொடுக்கிறவங்க எல்லாம் ഓ അങ്ങനെ സമർപ്പിക്കുന്നവരെല്ലാം உங்க വലது கையை உயர்த்துங்க. നിങ്ങൾ വലത് കരങ്ങളെ ഉയർത്തൂ. கர்த்தர் உன் கூட பேசினார்னு சொல்றவங்க மட்டும் കർത്താവ് നിങ്ങളോട് ഇടപെട്ടു എന്ന് പറയുന്നവരുണ്ട് മാത്രം ஓ வேற கை தூக்க வேண்டாம். വേറെ ആര് കരങ്ങൾ ഉയർത്തണ്ട. ஓ தேவன் உன் கூட பேசினார்னு சொல்றவங்க மட்டும் ദൈവം എന്നോട് ഇടപെട്ടു എന്ന് പറയുന്നവർ മാത്രം உன் வலது கையை உயர்த்து. നിങ്ങൾ വലത് കരങ്ങളെ ഉയർത്തി. இன்று முதல் கர்த்தர் உன் கரத்தை பிடிக்க போகிறார். ഇന്നു മുതൽ കർത്താവ് നിന്റെ കരം പിടിക്കുവാൻ പോവുകയാണ്. குழியெல்லாம் നിന്റെ കുഴിയെല്ലാം வழியாய் மாற்ற போகிறார். വഴിയായി മാറുവാൻ പോകുന്നു. கர்த்தர் மாற்ற போகிறார். കർത്താവ് അത് മാറ്റുവാൻ கர்த்தர் പോവുകയാണ്. மாற்ற போகிறார். കർത്താവ് മാറ്റുവാൻ உன்னை പോവുകയാണ്. காண்கிறவர்கள் നിന്നെ കാണുന്നവര് உனக்குள்ள இருக்கிற இயேசுவை காண போகிறார்கள். നിന്റെ ഉള്ളിലുള്ളതായ യേശു
യേശുവിനെ കാണുവാൻ പോവുകയാണ്. அறியப்படாத இடத்திலிருந்து അറിയപ്പെടാത്ത സ്ഥലങ്ങളിൽ சில നിന്ന് நன்மைகள் ചില നന്മകളെല്ലാം உன்னை தேடி നിന്നെ തേടി வரப்போகிறது. വരുവാൻ പോവുകയാണ്. Receive the anointing of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നീ ഇപ്പോൾ തന്നെ സ്വീകരിക്കുക. உங்களுக்காக ஜெபம் பண்ண ஆசைப்படுகிறேன். നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. எல்லாரும் கண்ணை மூடி உங்க வலது கையை உயர்த்துங்க. വലത് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എല്ലാവരും കണ്ണുകൾ അടച്ച്, அன்புள்ள இயேசுவே, യേശുവേ இந்த വേളയ്ക്കാக നന്ദി ആண்டവരേ. നല്ല സമയത്തിനാണ് ഞങ്ങൾ സ്തുതിക്കുന്നു. யாரெல்லாம் உள்ளமுடைந்து ഇന്ന് ആരെല്ലാം ഹൃദയങ്ങളെ തകർന്നുകൊണ്ട് ஆண்டவரே, யாரெல்லாம் இப்படிப்பட்ட சூழ்நிலையில இருக்கிறார்களோ ആരൊക്കെ ഈ വിധമായ സാഹചര്യത്തോടെ ഉണ്ടോ அவர்களோடு ஆண்டவர் இடைப்பட்டீர். ஆண்டவரே, കർത്താവേ അവരോട് അങ്ങ് ഇടപെട്ടല്ലോ. இவர்களை கர்த்தர் உயர்த்துங்க. ஆண்டவரே, കർത്താവേ നീ അവരെ ഉയർത്തിയാലും எல்லா தடைகளையும் மாற்றுங்க. അവരുടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. இரண்டாவது நாளில ആമേൻ. இந்த இரண்டாவது நாளில രണ്ടാമത്തെ ദിവസത്തിൽ பரிசுத்த ஆவியானவர் പരിശുദ്ധാത്മാവ് இவர்களுடைய கரத்தை பிடிப்பீராக. ഇവരുടെ കരങ്ങളെ പിടിച്ചാട്ടെ. இவங்க கரத்தை பிடிப்பீராக. ഇവരുടെ കരങ്ങളെ പിടിച്ചാട്ടെ. இவங்கள் ஆண்டவரை முங்கி போகிற பிரச்சனத்திலிருந்து ഇവരെ മുങ്ങിപ്പോകുന്നായ ആ പ്രശ്നത്തിൽ നിന്നും ஆண்டவர் தூக்கி எடுப்பீராக. അവരെ തൂക്കി എടുത്താട്ടെ. சிலரையெல்லாம் கர்த்தர் இந்த இடத்துல பயங்கரமாய் பயன்படுத்த போகிறீர். ഈ സ്ഥലത്ത് ദൈവം അനേകരെ ചിലരെയൊക്കെ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു. மூத்த பிள்ளைய பத்தி கவலைப்படாத. നിങ്ങൾ നിന്റെ മൂത്ത മകളെ കുഞ്ഞിനെ കുറിച്ച് ദുഃഖിക്കാതെ. அவனை கர்த்தர் கொண்டு வர போகிறார். അവനെ കർത്താവ് കൊണ്ടുവരുവാൻ പോകുന്നു. அவனை கர்த்தர் கொண்டு வர போகிறார். കർത്താവിനെ കൊണ്ടുവരുവാൻ പോകുന്നു. உன் கணவனை கர்த்தர் திரும்ப கொண்டு வர போகிறார். നിന്റെ ഭർത്താവിനെ കർത്താവ് തിരിച്ചു തരുവാൻ പോകുന്നു. உனக்கு வேலையில ரொம்ப பிளஷர்னா, നിന്റെ നിന്റെ ജോലി കാര്യത്തിൽ അനേക സമ്മർദ്ദങ്ങൾ നിനക്കുണ്ട്. ஆண்டவர் அதையெல்லாம் மாற்ற போகிறார். ദൈവം അതെല്ലാം മാറ്റുവാൻ പോകുന്നു. ஆண்டவரே, உமக்கு நன்றி. ஆண்டவரே, കർത്താവേ അങ്ങേക്ക് നന്ദി. இந்த பிள்ளைகளை ஆசீர்வதிங்க. കർത്താവേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. சிறியோர் முதல் பெரியோர் வரையிலும் ചെറിയവർ മുതൽ വലിയവർ വരെയും கர்த்தருடைய வல்லமை ദൈവത്തിന്റെ ശക്തിയാൽ இந்த பிள்ளைகளோடு இருக்கட்டும் என்று நாங்கள் ஜெபிக்கிறோம். അവരോട് കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ஆண்டவர் ஆசீர்வதிங்க. കർത്താവേ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. பலப்படுத்துங்க. ബലപ്പെടുത്തിയാട്ടെ കർത്താവേ. பெரிய காரியங்களை செய்யுங்க. വലിയ കാര്യങ്ങൾ ചെയ്യും കർത്താവേ. இயேசுவின் நாமத்தில் യേശുവിൻ നാമത്തിൽ കർത്താവേ ஜெபிக்கிறேன் പ്രാർത്ഥിക്കുന്നു. நல்ல பிதாவே. നല്ല പിതാവേ. ஆமென். ആമേൻ. எனக்கு இந்த